ചർച്ചയിൽ പുൽപ്പിറ്റിൽ നിന്ന് കേൾക്കാൻ കൊള്ളുന്ന ഒരു പ്രസംഗമല്ല ഞാനിപ്പം പറഞ്ഞത്. What does the cross of Jesus mean to you? What happened on that day? 2000 കൊല്ലം മുമ്പ് ഇതുപോലൊരു ദിവസം, അന്ന് കർത്താവ് യേശു ക്രിസ്തുവിന് എന്താണ് സംഭവിച്ചത്? കുരിശിൻ്റെ വഴി എന്ന പേരിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിരുന്നു ഒരുപക്ഷെ നമ്മളും ഒക്കെ ഒരു കാലത്ത്. ഇന്നെല്ലാ ക്രിസ്ത്യൻ പള്ളികളിലും ഓൾ ഓവർ ദി വേൾഡ് ക്രൂശിനെ പറ്റിയുള്ള പ്രസംഗങ്ങളായിരിക്കും. ആ കുരിശിലെ 7 മൊഴികൾ ഒക്കെ വളരെ വിശദമായി ഇന്ന് എല്ലാ പള്ളികളിലും ലോകമെമ്പാടുമുള്ള എല്ലാ ചർച്ചസ് എവ്രിവെയർ ഇൻ എവറി ചർച്ച് ഓൾ ഓവർ ദ വേൾഡ് ടുഡേ ദേ വിൽ ബി preaching about the cross or what were the 7 words of Jesus on the cross. ഇന്ന് നമ്മൾ അതിലേക്ക് അല്ല നേരിട്ട് പോകുന്നത്. പക്ഷേ യേശുവിൻ്റെ കൂടെ 3.5 കൊല്ലം ഉണ്ടായിരുന്ന തൻ്റെ ശിഷ്യന്മാർ, അതിൽ പ്രത്യേകിച്ച് തൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം ആ യേശുവിനെ തള്ളി പറഞ്ഞിട്ട് പോയ ആളാണ്. അത് വേറെ ആരുമല്ല, അപ്പോസ്തലനായ പത്രോസ്, സെയിൻറ്റ് പീറ്റർ, വൺ ഓഫ് ദ 12 disciples. Okay, when he wrote an epistle, okay, he mentioned something. Turn with me to 1 Peter chapter 2:21. 1 Peter 2:21. 1 പത്രോസ് 2-ാം അധ്യായം 21-ാം വാക്യം. 1 പത്രോസ് 2-ാം അധ്യായം 21-ാം വാക്യം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. Can you read in English also? For to this you were called, because Christ also suffered for us. Because Christ also suffered for us, leaving us an example, that you should follow his steps. That you should follow his steps. Follow his steps. Peter could boldly write this. Why? Because he saw what Jesus went through. യേശു ആ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തൻ്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ച് കടന്നുപോയ ഓരോ അനുഭവങ്ങളും ഏകദേശം അടുത്ത് നിന്ന് കണ്ട വ്യക്തികളാണ് ഈ ശിഷ്യന്മാർ. ഇടയ്ക്കൊരു സമയം ഇവർ ഓടിപ്പോയി എന്നുള്ള സത്യമാണ്. സോ പീറ്റർ ഹാഡ് സീൻ വാട്ട് ഹീ ഹാസ് ഗോൺ ത്രൂ. സോ നൗ ഹീ ഈസ് റൈറ്റിംഗ് ലേറ്റർ, ഹേ ചർച്ച്, ഫോളോ ഹിസ് ഫുഡ് സ്റ്റെപ്സ്. ഇന്ന് ഈ വെള്ളിയാഴ്ച ഈ പ്രത്യേക ആരാധനയ്ക്ക് വന്നിരിക്കുന്ന നമ്മളെല്ലാവരോടും അപ്പോസ്തലൻ നമ്മോടും പറയുന്നത് എന്താണ്? അവൻ്റെ കാൽച്ചുവട് പിന്തുടരുക. യേശു ക്രിസ്തുവിൻ്റെ കാൽച്ചുവട് പിന്തുടരുക. സോ ദ മെസ്സേജ് ഈസ് ഫോളോയിങ് ഹിസ് ഫുഡ് സ്റ്റെപ്സ്. യേശുവിൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുക. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് തൻ്റെ കഷ്ടം എവിടെ വെച്ച് തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഗെത്സമനെ വെച്ച് മരണവേദന പോലെ വ്യാകുലപ്പെട്ട് തുടങ്ങി എന്നൊക്കെ പറയും. അതിനു മുമ്പൊരു സംഭവം ഉണ്ടായി. യെരുശലേമിൽ തന്നെ ആ മാളിക മുറിയിൽ, എൻ്റെ അപ്പർ റൂം, അവിടെയാണ് താൻ പെസഹ കഴിച്ച കാര്യവും ഒക്കെ നമുക്കറിയാം. അപ്പം മാത്യു 26:26 മുതൽ വായിക്കുകയാണെങ്കിൽ, മാത്യു 26 ഓൺവേർഡ്സ് ടു 30, മത്തായി 26 മുതൽ 30 വരെ വായിച്ചാൽ ആ സംഭവം നോക്കുന്ന അറിയാം. അതിലേക്ക് ഞാൻ പോകുന്നില്ല, വായിച്ചു മാത്രം വിടാം. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എൻ്റെ ശരീരമെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു. പിന്നീട് അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി. സ്തോത്രം പാടിയ ശേഷം ഒലിവ് മലയിലേക്ക് പുറപ്പെട്ടു പോയി. How does it come in English? The 30th verse. And when they had sung a hymn, they went out to the Mount of Olives. They sang praises, okay.
സ്തോത്രം എന്നുള്ള വാക്ക് നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷിൽ താങ്ക്സ് ഗിവിങ് എന്നാണ്, അല്ലേ? എൻ്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ്. സ്തോത്രത്തോട് അവൻ്റെ വാതിലുകളിൽ പ്രവേശിക്കുക. അപ്പം സ്തോത്രം നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്ക്, അത് പറഞ്ഞ് നമ്മൾ സൂത്രമാക്കി. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം താങ്ക്സ് ഗിവിങ് എന്നാണ്, നന്ദി എന്നാണ്. അപ്പോൾ ഇവിടെ ഒലിവുമലയിലേക്ക്, അതായത് ഗെത്സമന തോട്ടത്തിലേക്ക് പോവുക. പക്ഷേ പോകുന്നതിന് മുമ്പ് അവരെന്ത് പാടിയിട്ട് പോയി? സ്തോത്രം പാടിയിട്ട് പോയി. ഒരു കഷ്ടതയിലേക്ക് പ്രവേശിക്കുമ്പം ആരെങ്കിലും സ്തോത്രം പാടി പ്രവേശിക്കുമോ? ആ സ്തോത്രം എന്ന് പറയുന്നത് എന്താണെന്ന് ഓർക്കണം, അത് പ്രാർത്ഥനയല്ല, പാടി. അതിൻ്റെ അർത്ഥം എന്താ? ദൈവമേ, പിതാവേ, ഈ കഷ്ടത്തിലൂടെയും നീ എന്നെ കടത്തിവിടുന്നതിനായിട്ട് സ്തോത്രം. ഞാനിതാ കഷ്ടം അനുഭവിക്കാനായി കടന്നു പോകുന്നു, ആ പാനപാത്രം ഞാൻ കുടിക്കാൻ പോകുന്നു എന്ന് സ്തോത്രം പാടിയിട്ടാണ് പോയത്. നിങ്ങളൊരു മേജർ സർജറിക്ക് പോകുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എങ്ങനെയായിരിക്കും പോകുന്നത്? സ്തോത്രം പാടിയിട്ട് ആരെങ്കിലും സർജറിക്ക് പോയിട്ടുണ്ടോ? അങ്ങനെയാണ് പോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ. ആലോചിക്കുക, സൗകര്യമാര് നിങ്ങൾ പ്രസവത്തിന് മുമ്പ് ലേബർ റൂമിലോട്ട് എങ്ങനെയാണ്? സ്തോത്രം പാടിക്കൊണ്ട് ലേബർ റൂമിൽ കയറുമോ? അല്ലേ? അല്ലേ? ആലോചിക്കുക, ഈ ജീവിതത്തിൽ ഏത് ക്രൈസിസിലും മേക്ക് ഇറ്റ് എ പോയിന്റ്, സിങ് പ്രൈസസ് ആൻഡ് ഗോ ഹെഡ്. വിക്ടറി ഈസ് ഷുവർലി യുവേഴ്സ്. ഹൗ മെനി വിൽ സേ ആമേൻ ടു ദാറ്റ്? സ്തോത്രം പാടിക്കൊണ്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഏത് കഷ്ടത്തിലും ഏത് പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ സ്തോത്രം പാടിക്കൊണ്ട് പ്രവേശിക്കുവാൻ, അല്ലെങ്കിൽ മുന്നോട്ട് പോകുവാൻ നമ്മളൊരു പാഠം ആദ്യമേ തന്നെ ഇതിലൂടെ നമ്മൾ പഠിക്കണം. അടുത്തത്, ജീസസ് എക്സാക്ട്ലി ന്യൂ വാട്ട് എക്സാക്ട്ലി ഈസ് ഗോയിങ് ടു ഹാപ്പൻ ദ നെക്സ്റ്റ് അവർ. ഹി ന്യൂ അബൌട്ട് ഇറ്റ്, ബട്ട് in spite of his knowledge of what's going to happen, still he decided, hey guys, come, let's sing some praises, let's have a thanksgiving song. സ്തോത്രത്തോടുകൂടെ ഒലിവുമലയിലേക്ക് പോയി. ഓക്കെ, ഗാർഡൻ ഓഫ് ഗെത്സമനെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗെത്സമന തോട്ടം പട്ടണത്തിന് പുറത്താണ്. അവിടെ ചെന്നപ്പോഴാണ്, അവിടെ വെച്ചാണ് നമുക്കറിയാം. ആ സംഭവം ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്യുക, കാര്യം അത് അതിലേക്ക് ഞാൻ വരുന്നെങ്കിലും ആ രംഗത്തിൽ തൻ്റെ ശിഷ്യന്മാർ കൂടെ ഉണ്ടാവും, ഉണർന്നിരിക്കും, പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞു. അതൊന്നും നടന്നില്ല. പക്ഷെ പിന്നീട് സംഭവിച്ചത്, അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, നേരെ കൊണ്ടുപോയത് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് കൊണ്ടുപോയി. അന്നാസിൻ്റെ അവിടെ കൊണ്ടുപോയി. അദ്ദേഹം ഫോമർ ഹൈ പ്രീസ്റ്റ് ആയിരുന്നു, പഴയ മഹാപുരോഹിതനായിരുന്നു. പിന്നെ കയ്യഫ അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ അടുത്ത് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് സന്നദ്രി സംഘത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി. അവിടെയൊക്കെ കൊണ്ട് എത്ര വട്ടം ഈ പറഞ്ഞ പോലെ വിചാരണ നടത്തിയിട്ടും ഒന്നും ഒത്തുവരുന്നില്ല. ഒടുവിൽ അവസാന നിമിഷവും ഒന്ന് എങ്ങനെയല്ലെന്ന് രക്ഷപ്പെടുത്താൻ നോക്കി. രക്ഷയില്ല. അവസാനം ഡെത്ത് പെനാൽറ്റി എന്ന് പറഞ്ഞാൽ അത് ആ വിധി പ്രസ്താവിക്കുവാൻ റോമാക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് പൊന്തിയോസ് പീലാത്തോസിൻ്റെ അടുത്ത് അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ പീലാത്തോസും നോക്കിയിട്ട് ഒന്നുമില്ല. അദ്ദേഹം ഒടുവിൽ എന്ത് ചെയ്തു? ഒരു താലത്തിൽ അല്പം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞ് ഹി വാഷ്ഡ് ഹിസ് ഹാൻഡ്സ് ആൻഡ് സെറ്റ്, ലോർഡ്, ഐ എം ഇന്നസെൻറ്റ്, ഓക്കെ, ഞാൻ ഇക്കാര്യത്തിൽ എന്നെ നിങ്ങൾ പ്രതിയാക്കരുത്, ഇദ്ദേഹം ഇന്നസെൻ്റാണ്, ഇത് നിങ്ങളുടെ മേലിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടു. ഒടുവിൽ എന്ത് ചെയ്തു? അദ്ദേഹം ഹെരോദാൻ്റെ അടുത്തിട്ട്, ഹെരോദാവ് തിരിച്ചു പീലാത്തോസിൻ്റെ അടുത്തിട്ടു. ഒടുവിൽ പീലാത്തോസ്, ബിക്കോസ് ഓഫ് ദ പ്രഷർ ഫ്രം ദ ക്രൗഡ്, ആ ജനക്കൂട്ടത്തിൻ്റെ സമ്മർദ്ദം നിമിത്തം എന്ത് ചെയ്തു? ഹി ഓർഡേർഡ് ജീസസ് ടു ബി ഫ്ലോഗ്ഡ് ആൻഡ് ക്രൂസിഫൈഡ്. തന്നെ ചാട്ടവാറ് കൊണ്ട് അടിച്ച് പിന്നീട് ക്രൂശിക്കുവാൻ താൻ അവിടെ കൽപ്പനയിട്ടു. അങ്ങനെയാണ് ആ പട്ടണം വിട്ട് ഈ കാൽവറി എന്ന് പറഞ്ഞ ആ മലയിലേക്ക്, ഈ ഗൊൽഗൊഥ എന്ന് പറഞ്ഞിടത്തേക്ക് കൊണ്ടുപോയി. ഇത്രയും കാര്യം ഞാൻ അവിടെ വയ്ക്കാം. ഇനി അവിടെ മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൽ, മാത്യു ചാപ്റ്റർ 26, 36-46, മാത്യു 26, 36-46, അതിനകത്ത് മൊത്തം വായിക്കണ്ട. ഗെത്സമന തോട്ടത്തിൽ വന്നിട്ട് ശിഷ്യന്മാരോട് യേശു എന്തു പറഞ്ഞു? 36, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. പത്രോസിനെയും സെബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ടു ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. ഇവിടെയാണ്, വൈ ഷുഡ് ജീസസ് ഡു ദാറ്റ്? ദൈവപുത്രനാണ്, ദൈവമാണ്, ഇതിനാണ് വന്നത്. പക്ഷേ മനുഷ്യപുത്രനും കൂടാണ്. അതും കൂടെ ഓർക്കണം. നമുക്കെല്ലാം ഇന്നുള്ള ദുഃഖവും വ്യാകുലവും ഒക്കെ എൻ്റെ കർത്താവ് അനുഭവിച്ചവനാണ്. ഹി ഹാസ് ഗോൺ ത്രൂ എവറിഥിങ് ദാറ്റ് യു ആൻഡ് ഐ ഗോ ത്രൂ ടുഡേ. ഇഫ് യു ആർ ഗോയിങ് ത്രൂ ടെൻഷൻ, ഓക്കെ, ഹി ഹാസ് ഗോൺ ത്രൂ ഇറ്റ്. Everything what we go through, he has already gone through it. So praise the Lord. So that's why we say he is a high priest who can sympathize in our weaknesses. നമ്മുടെ ബലഹീനതകൾ സഹതപിക്കാൻ കഴിയാത്തൊരു മഹാപുരോഹിതനല്ല. എൻ്റെ അർത്ഥം,
ഹി നോസ് what we go through. ശരി, അവിടെ പോയി ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. അടുത്തത് 38 വാക്യം. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടി ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ഇവിടെ താമസിച്ച് എന്നോടൊപ്പം ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞു. സാധാരണ ഈ അമ്മമാർക്കറിയാം, മക്കൾക്ക് രാത്രി എന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങളെ ഉറങ്ങാൻ വിടുമോ? മക്കളെ ഇപ്പം ഗുളിക തന്നിട്ടുണ്ട്, കഴിച്ചു, ഇനി മോനങ്ങ് ഉറങ്ങിക്കോളും, കുഴപ്പമില്ല, മമ്മി ഒന്ന് ഉറങ്ങട്ടെ എന്നാൽ ഇങ്ങോട്ട് തിരിഞ്ഞ് കിടന്ന് ഉറങ്ങുമോ ഏതെങ്കിലും മമ്മി? അല്ലേ? പ്രത്യേകിച്ച് വി വോണ്ട് അവർ ലവ്ഡ് വൺസ് ടു ബി awake when we go through a pain, അല്ലേ? അപ്പോൾ ഇവിടെ ഈ ദുഃഖത്തിൽ കൂടെ പോകുമ്പം യേശു പറയുക, there are seats here, okay, 2 seats are here. ഈ ദുഃഖത്തിൽ കൂടെ പോകുമ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ കൂടെ ഒന്ന് ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞു. അത് എല്ലാവരോടും പറഞ്ഞില്ല, 12 പേരോടും പറഞ്ഞില്ല, അതിൽ തന്നെ സെലക്ട് ചെയ്ത് 3 പേരോടാണ് പറഞ്ഞത്. പക്ഷേ അവരെന്ത് ചെയ്തു? 39 വാക്യം. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു. പിതാവേ, അല്പം മുന്നോട്ട് ചെന്ന് കവിണ്ണു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങി പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഓക്കെ, പിതാവിനോട് ഒരു ആവശ്യം പറഞ്ഞു. പക്ഷേ ആ ആവശ്യം എങ്ങനെ, ഹൗ ഡിഡ് ഹി എൻഡ് അപ്പ് ദാറ്റ് പ്രേയർ ഓർ സം അപ്പ് ദാറ്റ് പ്രേയർ? ദിസ് ഈസ് സംതിങ് വി ഷുഡ് നോ. Every prayer, you can take your request to God in prayer. That's a privilege that we have. But after you express your request, always end your prayer like this: Lord, this is what I want, or this is what I desire, but let your will be done. നമ്മൾ എന്ത് ആവശ്യങ്ങളും സ്തോത്രത്തോടുകൂടി നമ്മൾ ദൈവസന്നിധിയിൽ കൊണ്ടുപോകാനുള്ള പ്രാഗൽഭ്യം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ എന്ത് ആവശ്യങ്ങൾ പിതാവിനോട് പറയുമ്പോഴും ആ പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടത് ഇങ്ങനെ ആയിരിക്കണം. എന്താണ്? എങ്കിലും അങ്ങയുടെ ഇഷ്ടം മാത്രം. ഇതിലെങ്ങനെയാണ് ഉത്തരം തരേണ്ടതെന്നുള്ളത് ഞാൻ അങ്ങോട്ട് ഡിക്റ്റേറ്റ് ചെയ്യേണ്ട. പക്ഷേ ലോർഡ്, യു ക്യാൻ ഡിസൈഡ് ഹൗ ഡു യു വോണ്ട് ടു ആൻസർ മൈ പ്രേയർ. ഞാൻ പറയുന്നത് പോലെ, ഞാൻ വിചാരിക്കുന്ന പോലെ എനിക്ക് ഉത്തരം തരണമെന്ന് ദൈവത്തോട് നമ്മൾ വാശി പിടിക്കരുത്. അങ്ങനെ വാശി പിടിക്കാൻ നമ്മളാരാ? അല്ലേ? പിതാവിനറിയാം മക്കൾക്ക് എന്താണ് നല്ലതെന്ന്. അങ്ങനെയാണെങ്കിൽ എന്തും നമ്മൾ പിതാവിനോട് ചോദിക്കുമ്പം അവസാനം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം: കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന ഒരു ബ്ലാങ്കറ്റ് പെർമിഷൻ അങ്ങോട്ട് കൊടുത്തേക്കണം എല്ലാ പ്രേയറിലും. ദാറ്റ് ഈസ് ദ സേഫസ്റ്റ് പ്രേയർ. യേശു അങ്ങനെയാണ് പ്രാർത്ഥിച്ച് നിർത്തിയത്. ഈ പാനമാത്രം നീങ്ങിപ്പോണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ പിതാവേ, അങ്ങയുടെ ആഗ്രഹം, മൈ ഡിസയർ ഈസ് ദിസ് കപ്പ് വിൽ ഗോ അവേ ഫ്രം മീ, ബട്ട് ലോർഡ്, ഇറ്റ്സ് നോട്ട് മൈ വിൽ, ഇറ്റ്സ് ഓൺലി യുവർ വിൽ ഷുഡ് ബി ഡൺ. അതല്ലേ യേശു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും പഠിപ്പിച്ചത്? സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ആസ് ഇറ്റ് ഈസ് ഇൻ ഹെവൻ, ലെറ്റ് ഇറ്റ് ഹാപ്പൻ ഹിയർ. സ്വർഗം ഭൂമി എന്നൊക്കെ പറയുമ്പോൾ അത് ജനറലൈസ്ഡ് ആയിപ്പോയി. സേ ലൈക്ക് ദിസ്: ലോർഡ്, ആസ് ഇറ്റ് ഈസ് ഇൻ ഹെവൻ, ലെറ്റ് ഇറ്റ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്. അല്ലേ? ബിക്കോസ് യുവർ വിൽ ഹാപ്പൻസ് ഓൾവേസ് ഇൻ ഹെവൻ, സോ ലെറ്റ് യുവർ വിൽ ഹാപ്പൻ ഓൾവേസ് ഇൻ മൈ ലൈഫ്. സ്വർഗത്തിൽ എപ്പോഴും അങ്ങയുടെ ഇഷ്ടമാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലും അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ കർത്താവേ എന്ന പ്രാർത്ഥനയാണ്. ദാറ്റ് ഇസ് ദ സേഫസ്റ്റ് പ്രേയർ വൺ ക്യാൻ എവർ പ്രേ. ശരി, അത് കഴിഞ്ഞിട്ട് 40 വാക്യം. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്. പിന്നെ തിരിച്ചു വന്നപ്പോൾ ശിഷ്യന്മാരെന്ത് ചെയ്യുക? ഉറങ്ങും. ആലോചിച്ച് നോക്കിയേ, 3 എണ്ണം കൂടെ മുട്ടുപോയി നിന്ന് സോദരം 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 സോദരം. ഇത് പ്രതീക്ഷയാണ് യേശു വന്നത്. പക്ഷേ യേശു അടുത്തോട്ട് വരുമ്പോൾ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. പക്ഷേ പെട്ടെന്നൊരു സൗണ്ട് കേൾക്കാം. അതിലാർക്കായിരുന്നു? 3-ൽ ഒരാൾക്ക് തീർച്ചയായിട്ടും കൂർക്കം വലി ഉണ്ടായിരുന്നിരിക്കും. പത്രോസിനാണോ യോഹന്നാനാണോ യാക്കോബിനാണോ എന്നറിയത്തില്ല. ഒരാളുടെ കൂർക്കം വലി അങ്ങ് കേൾക്കാം. അല്ലേ? നിങ്ങൾ രാത്രി ഉറങ്ങാതെ ഇങ്ങനെ പരവശപ്പെട്ട് അതിവേദനയിൽ അല്ലെങ്കിൽ ശ്വാസം മുട്ടിയിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി അപ്പുറത്തോട്ട് തിരിഞ്ഞു കിടന്നു അത്രേ ചിന്തിച്ചാൽ മതി. യേശുവിനെയും ശിഷ്യന്മാരെ അങ്ങ് വിടാം. ആലോചിച്ച് നോക്കിയേ. ചില മനുഷ്യരുണ്ട് അസുഖം വന്ന് വേറെ ആരെയും ഉറക്കത്തുമില്ല, അത് വേറെ കാര്യം. യേശു ആരെയും അങ്ങനെ ഉറക്കാതൊന്നും ഇരുന്നില്ല. ഒന്ന് ചോദിച്ചു, ഒന്ന് ഉണർന്നിരുന്നു ഇവിടെ എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ തിരിച്ചു വന്നപ്പം ദേവ് സ്നോറിങ് ആൻഡ് സ്ലീപ്പിംഗ്. ഓക്കെ, അടുത്തത് വാട്ട് ഡിഡ് ഹി സേ? ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? Can't you at least for 1 hour, 1 മണിക്കൂർ? ഞാൻ ഒത്തിരി ചോദിക്കുന്നില്ല, ഓൾ നൈറ്റ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല.
can't you be awake for 1 hour? അത് എനിക്ക് വേണ്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ എന്തിനാണ്? യേശുവിന് വേണ്ടി അവർ ഉണർന്നൊന്നും ഇരിക്കണ്ട, യേശുവിന് വേണ്ടി അവർ പ്രാർത്ഥിക്കാൻ വേണ്ട. അടുത്ത വാക്ക്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു. So why should they pray? Why should Peter, John and James pray? Lest they enter into. Are they supposed to pray for Jesus? No. യേശു പറയാ, എനിക്ക് വേണ്ടി മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഇന്ന് ഈ വെള്ളിയാഴ്ച ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയാ, ഉണർന്നിരുന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കണം, ദൈവസഭ ഉണർന്നു പ്രാർത്ഥിക്കണം. എന്തുകൊണ്ട്? പരീക്ഷ വരുന്നു. So we need to really watch and pray. Why? It's not for Jesus they were supposed to watch and pray. They need to pray for themselves. പരീക്ഷ വരുന്നു. They are going to undergo a test or trial or maybe a temptation too. Okay, അടുത്തത്. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് Why പറഞ്ഞു. should you pray? One more reason. Because we live in the flesh. അതാണ് കാര്യം. നമ്മൾ എന്താണ്? നമ്മുടെ ആത്മാവ് ഒരുക്കമുള്ളതാ. Our spirit is willing, but our flesh is weak. We live in a weak flesh. ഒന്ന് തട്ടിയിട്ട് പറഞ്ഞേ, I live in a weak flesh. ഞാനൊരു ബലഹീന ജഡത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. കണ്ടാലൊക്കെ നമ്മൾ 85 കിലോ 105 കിലോ ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എന്താണ്? ഒരു വീക്ക് ഫ്ലഷ് ആണെന്നേ. ഇവിടെ ഏറ്റവും കൂടുതൽ വണ്ണമുള്ള ആരാന്ന് എനിക്കറിയത്തില്ല, ആരാണെങ്കിലും ഓർത്തോണം, അതൊന്നുമല്ല കാര്യം. എത്ര മെലിഞ്ഞ ഒരാളും എത്ര വണ്ണമുള്ള ആളും എത്ര സുന്ദരനായാലും എത്ര വിരൂപനായാലും നമ്മുടെ ഈ ജഡം എന്ന് പറഞ്ഞ് മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു വീക്ക് ഫ്ലഷാണ്. എനിക്ക് ബോഡിയിൽ സ്ട്രെങ്ത് വേണം, പക്ഷേ എൻ്റെ ഫ്ലഷ് വീക്കാണ്. ഇത് ഓർത്തോണം. എൻ്റെ ഫ്ലഷ് വീക്കായതുകൊണ്ട് ഐ നീഡ് മോർ ഗ്രേസ്. അതുകൊണ്ട് ഐ നീഡ് ടു പ്രേ മോർ. എനിക്ക് ഒത്തിരി കൃപ വേണം. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണെന്നും കൂടെ അവിടെ ഒരു പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. Jesus praying the same prayer. Okay, next. അനന്തരം അവൻ വന്ന് അവർ കണ്ണിന് ഭാരമേറിയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു. കണ്ടോ, ഇപ്പം നിങ്ങളുടെ ചിലരുടെയൊക്കെ കണ്ണിന് ഭാരമേറുന്ന ഞാൻ കാണുന്നുണ്ട്. ഇത് തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വരെ കർത്താവ് അറിഞ്ഞ് അതിന് തക്ക വചനം കണ്ടോ ദൈവം സംസാരിക്കുന്ന കണ്ടോ. നിങ്ങൾ ഈ ഫാനൊക്കെ ഇരുന്ന് ഇങ്ങനെ അടിച്ച് AC ഒക്കെ ഇങ്ങനെ വരുമ്പോൾ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വല്ല ഡ്രൗസി ആക്കുന്ന വല്ല മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഉറങ്ങിക്കോ, കുഴപ്പമില്ല, പെർമിഷനുണ്ട്. അല്ലാത്തവർ ഉറങ്ങുന്നത് എന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. നിങ്ങൾ സ്കൂളിൽ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുമോ പിള്ളേർ? എനിക്കറിയത്തില്ല. നിങ്ങൾ ജോലിക്ക് പോകുന്നിടത്ത് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുമോ? നിങ്ങൾ ഓൺലൈനിൽ ഇങ്ങനെ ഇരുന്നാണോ ഉറങ്ങുന്നത്? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് ഉറങ്ങുമൊന്നും അല്ല കേട്ടോ. ഞാൻ പൊതുവിലൊരു കാര്യമൊക്കെ പറഞ്ഞതന്നേ ഉള്ളൂ. ഇനി ഉറങ്ങാതെങ്കിലും ഇരിക്കുമല്ലോ. ഓക്കെ, അത് അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. 2, 3 3 പ്രാവശ്യം യേശു ഇത് പറഞ്ഞിട്ടും എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ. അതാണ് രസം. ആദ്യത്തെ 2 പ്രാവശ്യം ഉറങ്ങാതെ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. 3-ാം പ്രാവശ്യം വന്നിട്ട് എന്താ പറഞ്ഞേ? ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ. Now you can sleep. How is it in English? 45. Then he came to his disciples and said to them, are you still sleeping and resting? Behold, the hour is at hand. 45 അത് തന്നെയാണോ? ഓ, മലയാളത്തിൽ അങ്ങനെ അല്ല. ഓക്കെ, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ. ഓ, സ്ലീപ്പ് ഓൺ നൗ. ഓ യാ, സ്ലീപ്പ് ഓൺ നൗ. ഓക്കെ, സ്ലീപ്പ് ഓൺ നൗ. അത്ര നേരം പറഞ്ഞു വാച്ച് ആൻഡ് പ്രേ. നൗ ഈസ് ടെല്ലിങ് സ്ലീപ്പ് ഓൺ, സ്ലീപ്പ്, ഉറങ്ങി ആശ്വസിച്ചോ. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവരവിടെ ഉറങ്ങി ആശ്വസിച്ചെന്ന്. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അവർ സ്ഥലം കാലിയാക്കേണ്ടി വന്നു. അതിൻ്റെ അർത്ഥം പരീക്ഷ വന്നു, ഒട്ടും പിടിച്ചിരിക്കാൻ അവർക്ക് പറ്റിയില്ല. ഇതുപോലെ നാളെ പരീക്ഷ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കാൻ പറ്റാതെ വരുന്നൊരു സന്ദർഭത്തെക്കാട്ടിലും ഇപ്പോൾ ഉണർന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രിയപ്പെട്ടവരെ, ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ്, why can't we make a decision? Lord,
Now you are asking me to pray, watch and pray. Let me rather do that so that when trials and temptations come, it'll be too late. I won't be able to pray. അന്ന് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. അതുപോലുള്ള പ്രയാസങ്ങളായിരിക്കും ഒരുപക്ഷെ നാളെ നമുക്ക് വരുന്നത്. അപ്പം അതിനു മുമ്പേ ഇന്ന് സുബോധത്തോടെ ഇരിക്കുമ്പോൾ, അവസരമുള്ളപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും നല്ലത്. സോ ഇവിടുത്തെ എൻ്റെ പോയിൻ്റ്, when Jesus trusted these three and he wanted them to watch and pray, they didn't. പക്ഷേ നമ്മളിന്ന് അവൻ്റെ ഫുഡ് സ്റ്റെപ്സ് ആണല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ കാൽപ്പാടുകളാണല്ലോ, ചൂടുകളാണല്ലോ പിന്തുടരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഡു യു ഗെറ്റ് അപ്സെറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് വെൻ ദേ ആർ ഇൻഡിഫറൻറ്റ് ടുവേർഡ്സ് യുവർ ഏക്സ് ആൻഡ് സോറോസ്? നിങ്ങളുടെ കഷ്ടങ്ങളിൽ നിങ്ങളുടെ കൂടെ നിൽക്കാത്ത നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരോട് നിങ്ങൾ അപ്സെറ്റാവൂ? എനിക്ക് ചോദ്യം മനസ്സിലായാലെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ നോട്ടം കണ്ടാൽ അറിയാം. ഒന്നുകൂടെ പറയാം. ഡു ഐ ഗെറ്റ് അപ്സെറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് വെൻ ദേ ആർ ഇൻഡിഫറൻറ്റ് ടുവേർഡ്സ് യുവർ ഏക്സ് ആൻഡ് സോറോസ്? നിങ്ങളുടെ വേദനകളിലും കഷ്ടങ്ങളിലും നിങ്ങളുടെ കൂടെ നിൽക്കാതെ പുറംതിരിഞ്ഞിരിക്കുന്ന ഫ്രണ്ട്സിനോട് നിങ്ങൾ അപ്സെറ്റ് ആവുമോ? തീർച്ചയായിട്ടും ആവും. ഞാനാവും. എടാ, എൻ്റെ കൂടെ എന്നാൽ എൻ്റെ കഷ്ടമെല്ലാം കണ്ടിട്ടും എൻ്റെ കൂടെ നിൽക്കാതെ ആ സമയത്ത് പുറംതിരിഞ്ഞ് നടന്നല്ലോ, അല്ലെങ്കിൽ ഞാനൊക്കെ ആവശ്യത്തിന് നോക്കിയപ്പോൾ ഇല്ലായിരുന്നല്ലോ. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി വി ആർ ഓൾ സെയിങ് അല്ലേ? നമ്മളെല്ലാം ജീവിതത്തിൽ എപ്പോഴും പറയും ആവശ്യമുള്ളപ്പോൾ ആരുമില്ല. ശരിയാ, യേശുവിന് ആവശ്യമുണ്ടായിരുന്നു ഈ 3 പേര് പ്രാർത്ഥിക്കുന്നത്, പക്ഷെ അവരില്ലായിരുന്നു. പക്ഷേ അവരെ തെറി പറയുകയോ വഴക്ക് പറയുകയോ ശപിക്കുകയോ ഒന്നും ചെയ്തില്ല. 3-ാം പ്രാവശ്യം എന്താ പറഞ്ഞത്? ഓക്കെ, ഇനി ഉറങ്ങിക്കോ. അതിൻ്റെ അർത്ഥം he didn't go and fight with them. He said, okay, I told you for your good, but you're not willing to pray, it seems. Okay, now go ahead and pray എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വഴക്കും ഒരു സീനും ഉണ്ടാക്കിയില്ല. നമ്മളൊക്കെ ആണെങ്കിലോ, നമ്മുടെ കഷ്ടത്തിൽ ആരെങ്കിലും നമ്മുടെ കൂടെ നിന്നില്ലെങ്കിൽ, രണ്ട് പറഞ്ഞില്ലെങ്കിലെങ്കിലും സമാനം വരുമായിരിക്കും അല്ലേ? ആലോചിക്കുക അല്ലേ? നമ്മൾ വി ഗെറ്റ് വെരി ഈസിലി അപ്സെറ്റ് or very quickly we get upset when people are indifferent towards what we go through അല്ലേ? ഇനി വേറൊരു പ്രശ്നമുണ്ട്, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നതാണ് ഏറ്റവും വലിയ കഷ്ടം. അത് ശരിയല്ലേ? വേറെ ലോകത്താരും കടന്നു പോയിട്ടില്ല എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല, ലോകത്തെല്ലാവരും ഒക്കെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ കഷ്ടത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ നിന്നില്ലെങ്കിൽ അതൊരു വലിയ വേദന തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അത് കുടുംബജീവിതത്തിലായാലും ശരി, ജോലി സ്ഥലത്തായാലും ശരി, ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് അല്ലേ? ഒരാവശ്യം വരുമ്പം ഒരു ശുശ്രൂഷൻ്റെ കൂടെ നിൽക്കാത്തവരുടെ കാര്യമൊക്കെ എനിക്ക് എത്ര പേര് എൻ്റെ സങ്കടം പറയാറുണ്ട്. ചില ശുശ്രൂഷയിലായിരിക്കുന്നവർ, മെനി പാസ്റ്റേഴ്സ് കം ആൻഡ് ടെൽ മീ, Pastor, I served my people for years. I gave my heart and served. But when a crisis came, nobody was there. ഒത്തിരി പാസ്റ്റേഴ്സിൻ്റെയൊക്കെ ഒരു പരാതിയായത്. പാസ്റ്റേഴ്സിനല്ല, എല്ലാവരും, നമുക്കെല്ലാം ഈ പരാതിയുണ്ട്. കഷ്ടസമയത്ത് എൻ്റെ കൂടെ നിന്നില്ല, എൻ്റെ കൂടപ്പിറപ്പുകൾ നിന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കൂട്ടാളി നിന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും വിശ്വസിച്ചവർ നിന്നില്ല, ഞാൻ ഏറ്റവും സഹായിച്ചിട്ടുള്ളവർ കഷ്ടത്തിൽ എൻ്റെ കൂടെ നിന്നില്ല. ഇതൊക്കെയാണ് എല്ലാവരും പറയുന്നത്. Remember, Jesus had to face the same thing. And how did he respond? He didn't go and curse them, okay? He said, okay, now you sleep. That's it. So, do you get upset with people when they are not standing with you in your sorrows? നിങ്ങളുടെ കഷ്ടത്തിൽ കൂടെ നിൽക്കാത്തവരോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച അതൊന്ന് ചിന്തിക്കാനാണ് ദൈവം ആദ്യം നമ്മോട് പറയുന്നത്. രണ്ടാമത്, ഈ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പോയി, പക്ഷേ അവർ പ്രാർത്ഥിച്ചില്ല. അവർക്ക് ഉറക്കമായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ക്യാൻ വി ചെക്ക് അവർ ലൈഫ്സ് ഓൾസോ? ആർ വി കാഷ്വൽ ഇൻ പ്രെയർ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ആർ വി ടു കാഷ്വൽ? ഇൻ അതർ വേർഡ്സ്, ഹാവ് വി ടേക്കൻ ഇറ്റ് സീരിയസ്ലി? പ്രാർത്ഥന ഗൗരവമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടോ, അതോ നമ്മളും വളരെ കാഷ്വലായിട്ടാണോ? ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നമുക്കൊന്ന് നോക്കാം. അടുത്ത ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. യേശു പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ഹീസ് പ്രേയിങ്, ലോർഡ്, ദിസ് ഇസ് ഫാദർ, ദിസ് ഇസ് വാട്ട്
I would want you to do, but let your will be done. അതിൻ്റെ അർത്ഥം എന്താ? Do you insist that God has to answer your prayer as you wish? നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, ഞാൻ ചോദിക്കുന്നത് പോലെ എൻ്റെ ദൈവം എനിക്ക് ഉത്തരം തരണമെന്ന് നിങ്ങൾ വാശി പിടിക്കാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. Or are you afraid to pray like this? Not my will, but your will. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഭയമാണോ നിങ്ങൾക്ക്? ചിലപ്പോഴെങ്കിലും നമുക്ക് അത് പ്രാർത്ഥിക്കാൻ ഭയമാണ്. എന്തിനാ നമ്മൾ അങ്ങോട്ട് കയറി പറയുന്നത്? ഇനി നമ്മൾ അങ്ങോട്ട് കയറി ദൈവമേ നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്നെങ്ങാനും പറഞ്ഞാൽ ഇനി അങ്ങനെ എങ്ങാനും ദൈവം അങ്ങ് ചെയ്തെങ്കിലോ? അവിടെ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പേടിയാ, അല്ലേ? പക്ഷേ യേശു ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു, പിതാവേ അങ്ങയുടെ ഇഷ്ടം മതി. ഇന്ന് ഈ വെള്ളിയാഴ്ച നമ്മുടെ പ്രാർത്ഥനയിലും ദൈവമേ അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടപ്പാ, ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, പക്ഷേ അങ്ങയുടെ ഇഷ്ടം നടന്നാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്നത്. അതാണ് ഞാൻ എപ്പോഴും പറയും, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ക്രോസ് എന്ന് പറഞ്ഞാൽ, പണ്ടൊരു ദേവദാസം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ക്രോസ് ഇസ് വേ യുവർ വിൽ ആൻഡ് ഗോഡ്സ് വിൽ ക്രോസ്. ഡിഡ് യു ഗെറ്റ് ദ പോയിന്റ്? നിങ്ങളുടെ ഇഷ്ടവും ദൈവ ഇഷ്ടവും തമ്മിൽ എപ്പോഴും ഒന്ന്, അതാണ് കുരിശ്, അല്ലേ? നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ട്, ഉണ്ടോ? ഉണ്ട്. പക്ഷെ ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും കൂടെ എപ്പോഴും, അതാണ് കുരിശെന്ന് പറയും. ഇപ്പം മനസ്സിലായല്ലോ? ദുഃഖ വെള്ളിയാഴ്ച വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഈ ഒരു പാഠം പഠിച്ചോണം. എന്താണ്? എൻ്റെ ഇഷ്ടവും എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടവും നിരന്തരം എവിടെയെങ്കിലും വന്നൊന്ന് ഏറ്റുമുട്ടും. അതാണ് കുരിശെന്ന് പറയുന്നത്. പക്ഷെ ആ കുരിശിൽ സമർപ്പിക്കേണ്ടത് എന്തിനെയാ? എൻ്റെ ഇഷ്ടം അങ്ങ് ക്രൂശി വയ്ക്കണം. I have never seen our young people so intentionally listening to the sermon of the pastor. God bless you. കാരണം ഇവരെ ഇത്ര അടുത്ത് നിലത്ത് പായലിരുന്നുകൊണ്ടായിരിക്കും നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കും. ഇനി എല്ലാം നിങ്ങൾ പായലിരുന്നാൽ മതി. ഇവിടെയും കുറേ പേരുണ്ടല്ലേ, ആ ചെറുക്കന്മാരെ കൂടെ നമുക്ക് അത്ര പ്രതീക്ഷയില്ലാന്ന് തോന്നുന്നു, അല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്തും നമുക്ക് പ്രാർത്ഥിക്കാം, പക്ഷെ പ്രാർത്ഥനയുടെ ഒടുവിൽ ദൈവേഷ്ടം നടന്നാൽ മതി എന്നും കൂടെ പ്രാർത്ഥിച്ചേ ആമേൻ പറയാവൂ. ഡിഡ് യു ഗെറ്റ് ദ പോയിന്റ്? ഓക്കെ. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? വെൻ ജീസസ് പ്രേഡ് ദാറ്റ് പ്രേയർ, ലോർഡ് ലെറ്റ് യുവർ വിൽ ബി ഡൺ എന്ന് പറഞ്ഞപ്പം ഫാദർ ഗോഡ് വാസ് സോ പ്ലീസ്ഡ് ടു ഹിയർ ദാറ്റ്. ഹൗ ഡു യു നോ ദാറ്റ്? അങ്ങനെ ഇഷ്ടം മതി പിതാവേ എന്ന് യേശു പ്രാർത്ഥിച്ചപ്പം പിതാവിനത് വളരെ പ്രസാദമായിട്ട് തോന്നി. അതെങ്ങനെ അറിയാം? ഒരു വാക്യമുണ്ട്, ലൂക്കോസ് 22:42-43. ലൂക്ക് ചാപ്റ്റർ 22, 42 and 43. ലൂക്ക് ചാപ്റ്റർ 22, 42 and 43 വായിച്ചാൽ മതി. പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. അവിടെ പാനപാത്രം നീക്കി കൊടുത്തില്ല, പക്ഷെ അവനൊന്ന് ശക്തി വേണമെന്ന് തോന്നി. പെട്ടെന്ന് ശക്തിപ്പെടുത്തുവാൻ ഒരു ദൂതനെ ദൈവം അയച്ചു. ആ വാക്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമായിരുന്നു? അങ്ങനെ ആ സമയത്ത് ഒരു ദൂതൻ ഇറങ്ങി വന്നെന്ന്, അല്ലേ? ഇമ്മീഡിയറ്റ്ലി ഫാദർ ഗോഡ് സെൻഡ് എൻ ഏഞ്ചൽ ടു സ്ട്രെങ്തൻ ഹിം. എന്തിനാണെന്നറിയാം ആ സ്ട്രെങ്ത് കൊടുത്തത്? അടുത്ത വാക്യം, പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. And he was sweating blood. അടുത്തത് ചോര നാട്ടെ വേർത്ത് നിലത്ത് വീഴാൻ പോവാ, അതിവേദന. അതാണ് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്ന് പറയുന്നത്, അല്ലേ? ഡോക്ടേഴ്സ് യു നോ വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ ആ അവസ്ഥയിലോട്ട് പോവുക. പക്ഷെ ആ അവസ്ഥയിലോട്ട് പോകുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ് an angel came and strengthened him. So God knows, your Father knows what you are going to go next. What is going to happen next, God knows. Your Father knows. And He is faithful to send His angel, or He will send His help. He will send His strength in some way to strengthen you. എത്ര പേർക്ക് രാമയും പറയും? അടുത്ത
അടുത്ത് നിങ്ങൾ കടന്നു പോകാൻ പോകുന്ന അതിവേദന എന്താണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല, പക്ഷേ എൻ്റെ ദൈവം അറിയുന്നു. പക്ഷേ അതിന് മുന്നോടിയായിട്ട് ദൈവം എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഒരു ശക്തി അവൻ അയക്കും. ഒരു ദൂതനെ അയച്ച് അവിടെ ശക്തിപ്പെടുത്തിയെന്നുണ്ട്. എല്ലാ പ്രാവശ്യവും നമുക്ക് ദൂതം വരണമെന്നില്ല. ആരെങ്കിലുമൊക്കെ അയച്ച് ദൈവം നമ്മളെ എന്ത് ചെയ്യും? ഒന്ന് ശക്തിപ്പെടുത്തും. അതിൻ്റെ രാമയം പറയാമോ? ക്യാൻ യു സേ ആമേൻ? ലോർഡ് താങ്ക് യു ഫോർ യുവർ ഫെയ്ത്ത്ഫുൾനെസ്. ബട്ട് റിമെമ്പർ, വെൻ ഡിഡ് ദാറ്റ് ഏഞ്ചൽ കം? എപ്പോഴാണ് ഏഞ്ചൽ വന്നത്? അങ്ങനെ ഇഷ്ടം മതി എന്ന് പറഞ്ഞപ്പോഴാണ് ദൂതം വന്നേ. ഇന്ന് നമുക്ക് ദൂതന്മാർ വരാത്ത എന്താണെന്നറിയാം? നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഇഷ്ടം പോലെ ആയിടട്ടെ. ഇങ്ങനല്ല പാടുന്നത്, നിന്നിഷ്ടം പോലെ എന്നാണ് പാടുന്നത്. പക്ഷേ ഇവിടെ മൊത്തം എന്താ? ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ. ഇത് ലിറിക്സൊക്കെ നോക്കി പാടുന്നതുകൊണ്ടാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് പാടുന്നത്. ശരിക്കും പാടുന്നത് എന്നെ ഇഷ്ടം പോലെ ദേവ ആയിടട്ടെ. ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന കാരണം ആ ദൂതനെ കാണാത്ത. ഓർത്തോ? വൈ ആർ വി നോട്ട് സീയിങ് ഏഞ്ചൽസ്? വൈ സോ ലെസ് ഏഞ്ചലിക് മിനിസ്ട്രീസ് ടുഡേ? Because we have not yet prayed the right prayer. Lord, let your will be done. ആ പ്രാർത്ഥന ഇന്നോട്ട് പ്രാർത്ഥിച്ചു നോക്കിയേ, ദൂതന്മാരുടെ ശുശ്രൂഷ നിങ്ങളും കാണും. പക്ഷേ ഇന്ന് ദൂതന്മാർ വരുന്ന മൊത്തം ഗോൾഡ് ഡസ്റ്റ് ഇടാനും ഒക്കെയാണ്. ബ്ലൂ ഏഞ്ചലും ഗ്രീൻ ഏഞ്ചലും അല്ലേ? ഐ എം സോറി. എവിടെയെങ്കിലും വന്ന് ദൂതൻ എന്തെങ്കിലും ഇട്ടിട്ട് പോട്ടെ, കുഴപ്പമില്ല. പക്ഷേ why angel came to Jesus was for a specific purpose, to strengthen him. നമ്മളെ ശക്തിപ്പെടുത്തുവാൻ. ചിലപ്പോൾ നമ്മൾ വിശന്നിരിക്കുമ്പോൾ നമ്മളെ ഭക്ഷണം തന്ന് നമ്മളെ ബലപ്പെടുത്തുവാൻ, നമ്മുടെ യാത്രയിൽ നമ്മളെ ബലപ്പെടുത്തുവാൻ. അതുകൊണ്ടല്ലേ സായിപ്പ് പാടിയത്, യാത്രയ്ക്ക് അവൻ വേണ്ടും പോലെ ശക്തി തരുന്നു, വേണ്ടും പോലെ. എന്താണ് സമയമാവരതിന് അത് പാടിയെന്നെങ്കിലും പേടിയോ? അത് വേണ്ട, പോട്ടെ. ദുഃഖവെള്ളിയാഴ്ചയൊക്കെ നല്ലതാണ്. പക്ഷേ വെൻ വി കം ടു ദ റിയാലിറ്റി ഓഫ് ഡെത്ത്, ആർ യു സ്റ്റിൽ സ്കേർഡ്? ദൂതന്മാർ എന്നെ ഓർത്തു, ദൈവദൂതർ എന്താ അല്ല എന്നെ ഓർത്തു. കണ്ടോ? ഇപ്പം ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ പാട്ടും അറിയാം, സമയമാം രഥത്തിൽ കാണാതെ അറിയത്തില്ല. അതിൻ്റെ അർത്ഥം ഏറ്റവും കുറവ് പാടുന്ന പാട്ട് അതാണ്. ഓക്കെ, നമുക്ക് വിഷയം വിട്ട് പോവാം, അടുത്തതിലോട്ട് പോകാം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. ഓക്കെ, ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 31 to 34. ലൂക്കോസ് 22-ാം അധ്യായം 31 മുതൽ 34 വാക്യങ്ങളൊന്ന് വായിക്കാം. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഇവിടെ ശിമോനാണ് പറയുന്നത്. ശിമോൻ ആരാ? ശിമോൻ പത്രോസ്. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ശിമോനെ ശിമോനെ, സാത്താൻ നിന്നെ അല്ല നിങ്ങളെ. നമ്മൾ വിചാരിക്കുന്നത് അത് പത്രോസിൻ്റെ കാര്യമല്ലേ, നമ്മളല്ലല്ലോ. ഇറ്റ്സ് നോട്ട് ഫോർ സൈമൺ അലോൺ. സൈമൺ, behold, Satan had desired to have you, that he may sift you as wheat. നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന്. ഈ പാറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷവും പറഞ്ഞു ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏതൊരു വർഷം ഇവിടെ പറഞ്ഞു ഓർക്കുന്നുണ്ട്. ഈ മുറത്തിൽ എന്തെങ്കിലും ഇട്ട് പാറ്റിയിട്ടുള്ള സഹോദരിമാരൊന്ന് കൈപൊക്കിക്കേ. ന്യൂജൻ മുറം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഇടയിൽ മുറം കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ പിള്ളേർക്ക് ഒരു ഫണ്ണും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പഴയ അമ്മമാരൊക്കെ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിച്ചുകൊണ്ട് വന്ന, ഗോതമ്പ് വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു മുറത്തിലിട്ടിട്ട് ഈ പാറ്റ് എപ്പോഴും ഓർത്തോണം. എങ്ങനെ പാറ്റ് നിന്ന് കാണിച്ചു തരാമോ? ഒരു പ്രാവശ്യമാണോ? കുറേ പ്രാവശ്യം അടുപ്പിച്ച് ഇന്ന റോ. അതാണ് സാത്താൻ പാറ്റുമ്പോഴുള്ള കുഴപ്പം. എന്താണ്? ഒറ്റ പാറ്റ് പാറ്റിയിട്ട് നിലത്ത് നിർത്തത്തില്ല, കുറേ നേരം നമ്മളെ ഏറി നിർത്തും. അപ്പം മനസ്സിലാവും ഇത് സാത്താൻ നമ്മളെ ഒന്ന് പാറ്റിയതാണെന്ന്. സാത്താൻ പാറ്റിയിട്ടുള്ളവർക്കറിയാം അല്ലേ? ഒന്നിനു പറയുക ഒന്നായിട്ട് ചറവറ. വൺ ആഫ്റ്റർ ദി അതർ. വെൻ ക്രൈസിസ് കം, വെൻ ദർ ഇസ് സംതിങ് ദാറ്റ് യു ഗോ ത്രൂ, റിമെമ്പർ ഇറ്റ്സ് സംബഡി ഈസ് സിഫ്റ്റിംഗ് യു ലൈക്ക് വീറ്റ്. അപ്പം
യേശു പറയാ, പത്രോസേ, നിങ്ങളെ തൻ്റെ സാത്താൻ കോതമ്പ് പോലെ പാറ്റാൻ അനുവാദം ചോദിച്ചു. ദാറ്റ്സ് എ ബ്യൂട്ടി. സൈറ്റൻ കനോട്ട് ജസ്റ്റ് കം ആൻഡ് സിഫ്റ്റ് us. നോ, ചുമ്മാ വന്ന് നമ്മളെ അങ്ങ് പാറ്റാനൊന്നും പിശാചിന് പറ്റത്തില്ല. അതിന് എന്ത് വേണം? റിട്ടേൺ പെർമിഷൻ വേണം. എവിടെ നിന്ന്? ദൈവത്തിൻ്റെ പെർമിഷൻ. ദൈവം കൊടുത്തെന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ അപ്പോൾ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. കണ്ടോ, അവിടെ കൊടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. പാറ്റും, പക്ഷേ ആ പാറ്റലിലൂടെ നിൻ്റെ വിശ്വാസം പോകരുത്. അതിനായിട്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ലുക്ക് അറ്റ് ദി ലവ് ഓഫ് ഗോഡ്. അല്ലേ? ഹീ നോസ് ദാറ്റ് സൈറ്റൻ വിൽ കം ആൻഡ് സിഫ്റ്റ് us, ബട്ട് ഹീ ഹാസ് ഓൾറെഡി പ്രേയ്ഡ് എ പ്രേയർ. എന്താണ്? സോ ദാറ്റ് ഫൈനലി വെൻ എവറിത്തിങ് ഈസ് ഓവർ യുവർ ഫെയ്ത്ത് ഷുഡ് നോട്ട് ഫെയിൽ. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ കഷ്ടം കഴിയുമ്പം നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. എനിക്കറിയാം, പ്രതിസന്ധികളിലൂടെ പോയി കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിയുമ്പം വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ എത്ര പേരെ എനിക്കറിയാം. വിശ്വാസമാർഗം വിട്ടുപോയിട്ടുള്ളവരെ എനിക്കറിയാം. ഐ ഹാവ് സീൻ പീപ്പിൾ ഹു ഹാവ് ലെഫ്റ്റ് ദെയർ ഫെയ്ത്ത്. വൈ? ബിക്കോസ് അവർ കടന്നുപോയ കഷ്ടം അത്രയ്ക്കായിരുന്നു. പക്ഷെ ആ കഷ്ടത്തിൽ അവരുടെ വിശ്വാസം പോയി. ഇന്ന് ഞാനും നിങ്ങളും അനേക കഷ്ടങ്ങൾക്ക് ശേഷവും വിശ്വാസം പോകാതെ നിൽക്കുന്നത് നമ്മുടെ വിശ്വാസം കൊണ്ടല്ല, എൻ്റെ യേശു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. How many will say, Lord Jesus, thank you for you have prayed a prayer for me. You have prayed a prayer over me in advance. For what? So that my faith will not fail. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണത കൊണ്ടല്ല നിങ്ങളിന്ന് നിൽക്കുന്നത്. എൻ്റെ യേശു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കരുത് പ്രിയപ്പെട്ടവരെ. ലെറ്റ്സ് ഹംബിൾ ourselves and say, Lord, thank you for your prayer that you prayed. ഓക്കെ, അപ്പോഴത്തേക്കും ഇത് നോക്കണേ, അടുത്തത് വിശ്വാസം പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. കേട്ടോ, അവിടെ നോക്കിയേ ഒരു അസൈൻമെൻറ്റ് കൊടുക്കുക. പീറ്റർ, ഐ നോ ദാറ്റ് യു വിൽ ലീവ്. നീ പോവും, ഒരു പോക്ക് പോവും, പോയിട്ടൊക്കെ അവസാനം വരുമ്പോൾ ഐ ഹാവ് എൻ അസൈൻമെൻറ്റ് ഫോർ യു. വാട്ട്? ഗോ ആൻഡ് സ്ട്രെങ്തൻ യുവർ ബ്രദേഴ്സ്. നീ വീണിട്ട് എഴുന്നേറ്റ് തട്ടിക്കുടഞ്ഞ് വരുമ്പം ഒരു ഉപകാരം ചെയ്യണം. ഇതുപോലെ വീണ് കിടക്കുന്ന വേറെ കുറേ പേരുണ്ട്, അവരെയും പോയി സഹായിക്കണം. പിന്നെ ഞാനും നിങ്ങളും സകല കഷ്ടത്തിലൂടെയും ദൈവം നമ്മളെ കടത്തി വിടുന്നത് എന്തിനാണെന്നറിയാമോ? ഇതേ കഷ്ടത്തിലൂടെ പോകുന്നവരെ ആശ്വസിപ്പിക്കാനാണ്. വൈ ഡസ് ഗോഡ് അലോ യു ടു ഗോ ത്രൂ ടഫ് ടൈംസ് ഇൻ ലൈഫ്? So that after that you will be able to strengthen or comfort the people who have gone through similar situations in life. ശരിയാണോ? നിങ്ങളൊരു ക്യാൻസർ സർവൈവർ ആണെങ്കിൽ ഒരു ക്യാൻസർ രോഗിയെ കാണുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പറയും, ഞാനും ഇതേ അവസ്ഥയിൽ പോയതാ, പക്ഷേ ഞാനും വലിയ കഷ്ടത്തിലായിരുന്നു, 4th സ്റ്റേജ് എന്നൊക്കെ എന്നോടും പറഞ്ഞു, പക്ഷെ ഞാനിന്നും ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്, അല്ലേ? സോ യു വിൽ ബി എ കംഫർട്ട് ടു സച്ച് പീപ്പിൾ. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. വാട്ട് എവർ വി ഹാവ് ഗോൺ ത്രൂ, ഇറ്റ്സ് നോട്ട് വിതൗട്ട് എ റീസൺ ഗോഡ് ഹാസ് അലൗഡ് ഇറ്റ്. വാട്ട് വാസ് ദ റീസൺ? ജസ്റ്റ് ടു കംഫർട്ട് അതേഴ്സ് ഹു ഗോ ത്രൂ ദി സെയിം സിറ്റുവേഷൻ. ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ചില കഷ്ടതയിലൂടെ കടത്തിവിടുന്നത്. ശരിയല്ലേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിലരുടെയൊക്കെ മോഹം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു ബ്രദർ, അദ്ദേഹം ക്യാൻസർ ആണെന്ന് പോലും അറിയാതെ ഒരു മേജർ സർജറി ചെയ്തിട്ടു. എനിക്കിപ്പോഴും മെഡിക്കൽ എത്തിക്സിന് അത് എതിരല്ലേ ഞാൻ ചിന്തിക്കും. ഹി നെവർ ന്യൂ ദാറ്റ് ഹി വാസ് അണ്ടർഗോയിങ് സച്ച് എ മേജർ സർജറി. കുടലിൻ്റെ നല്ലൊരു ഭാഗം വെട്ടിയെടുത്തു. അത് വെട്ടിയെടുത്ത് വീട്ടുകാരെ കാണിച്ചു എത്ര വെട്ടിയെടുത്തെന്ന്, പക്ഷെ അദ്ദേഹം അറിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് കീമോ, അത് കഴിഞ്ഞ റേഡിയേഷൻ, അത് കഴിഞ്ഞ് ഓൾ ദ ട്രോമ ഹി വെൻറ്റ് ത്രൂ. ബട്ട് താങ്ക് ഗോഡ് ഹി ഈസ് സിറ്റിംഗ് ദേർ ആൻഡ് പ്രൈസിങ് ഗോഡ്. ഹല്ലേലൂയ. ഇതുപോലെ എത്ര സാക്ഷികളാണ് ഇവിടെ ഇരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഇവിടെ ഇരിക്കുന്ന എത്ര സാക്ഷികളാണ്. വെല്ലൂർ CMCയിൽ എത്ര വർഷം മുമ്പാണ്. അതുകൊണ്ട് ആ ആൻറ്റിയുടെയും കുടൽ കുറേ വെട്ടിയെടുത്തു. എത്ര വർഷം മുമ്പായിരുന്നിരിക്കും അത്, അല്ലേ? 10-30 വർഷമായി, അല്ലേ? അത്രയും കുടൽ പോയപ്പോൾ അത്രയും കുറച്ച് തിന്നാൽ മതിയല്ലോ. എന്തിനായി വലിയ കുടലും വെച്ച് തിന്ന് ബൈബിളിലൊരു വാക്കുണ്ട്, തീൻ പൊളപ്പെന്നൊരു വാക്കുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട്? മലയാളത്തിൽ അതുണ്ട്, ഇംഗ്ലീഷിൽ എന്താ? ഗ്ലട്ടണി, അല്ലേ? ശരി, ഗ്ലട്ടണി ഈസ് എ സിൻ. അറിയാമോ? ഇന്നത്തെ തലമുറയിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഗ്ലട്ടണി, അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവം എത്ര കരുണയോടെ നമ്മളെ ഓരോരുത്തരെ കാത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. എന്തിനാ?
നീ തിരിഞ്ഞു വരുമ്പോൾ നിൻ്റെ സഹോദരന്മാരെ ധൈര്യപ്പെടുത്തണം. അതിൻ്റെ അർത്ഥം നമ്മൾ കടന്നു പോകുന്ന എല്ലാ കഷ്ടങ്ങളും ദൈവം തരുന്ന ആശ്വാസം ഇതേ കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കുവാനാണ്. സോ അവിടെ അടുത്തത് പത്രോസിനോട് പിന്നെ എന്താ പറയുന്നത്? അവൻ അവനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാണ് പുള്ളിയുടെ പ്രശ്നം. ഈ പറയുന്ന ഒന്നും പുള്ളി കേൾക്കുന്നില്ല. വാട്ട് ഡിഡ് ഹി ഹിയർ? ഇതൊന്നും പുള്ളി കേട്ടില്ല. പുള്ളി ചാടി കയറി ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തി. കർത്താവേ, ഞാൻ നിൻ്റെ കൂടെ ചാവാനും മരിപ്പാനും, എന്താണ് കഷ്ടം അനുഭവാനും എല്ലാത്തിനും ഞാനിതാ തയ്യാർ. അതാണോ ചോദിച്ചത്? Did Jesus ask that? He didn't even hear what Jesus was telling. ഇതാണ് നമ്മുടെയും പ്രശ്നം. ദൈവം നമ്മോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കത്തു പോലുമില്ല. ചാടി കയറി അങ്ങോട്ടങ്ങ് പ്രഖ്യാപനം നടത്തും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ കേൾക്കുന്നു അല്ലേ? ചില യോഗങ്ങളിലൊക്കെ വന്നാൽ ഈ കേൾക്കുന്ന ഒന്നും അത് കേൾക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. പത്രോസ് ചാടിക്കയറി പറയാ, ലോർഡ്, ഐ എം റെഡി ടു ഗോ വിത്ത് ദീ ബോത്ത് ഇൻ ടു പ്രിസൺ ആൻഡ് ടു ഡെത്ത്. മതിയല്ല, 2 സ്ഥലമായിരുന്നു പേടിക്കേണ്ട സ്ഥലം. ഒന്ന് പ്രിസൺ, ഒന്ന് ഡെത്ത്. ഒന്നീ പൂജപ്പര പോവും, അല്ലേ മലമൂളി പോവും അല്ലേ? ഇത് രണ്ടാണല്ലോ അല്ലേ? അപ്പം ജയിലും മരണവും. ഇദ്ദേഹം പറയാം, രണ്ടിനും ഞാൻ തയ്യാർ. പക്ഷേ ആരുടെ കൂടെ വരുമെന്ന് അതാ പ്രശ്നം. നിനക്ക് വേണ്ടിയല്ല, നിൻ്റെ കൂടെ. വി നോ വാട്ട് ഹാപ്പൻ ജസ്റ്റ് ആഫ്റ്റർ ദാറ്റ്. ഉടനെ യേശു എന്തോ പറഞ്ഞേ? അതിനവൻ, പത്രോസേ, നീ എന്നെ അറിയുന്നില്ല. ഇത്രയും കേട്ടപ്പം യേശു വിചാരിച്ചു, ഇനി പിന്നെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല, അങ്ങ് പറയാം അല്ലേ? അതുവരെ യേശു പറയണോ വേണ്ടേ എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു. അവനെ വെറുതെ അപ്സെറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഇനി പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. പറഞ്ഞു. എന്താ പറഞ്ഞത്? പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളിപ്പറയും മുമ്പേ ഇന്ന് കോഴി കൂകുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാ സത്യം അങ്ങ് പറഞ്ഞു. എടാ മോനെ, കുട്ടാ, 3 പ്രാവശ്യം നീ ഇന്ന് എന്നെ തള്ളിപ്പറയും. അത് കഴിഞ്ഞിട്ടേ കോഴി വരെ കൂവത്തുള്ളൂ. അതിൻ്റെ അർത്ഥം നേരം വെളുക്കുന്നതിന് മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. എന്തുവാ പത്രോസ് പറഞ്ഞേ? തടവിലാകാനും ചാവാനും തയ്യാർ. യേശു പറയാ, ഓവർ സ്മാർട്ടാവല്ലേ, നീ തള്ളിപ്പറയും. 1 അല്ല 3 പ്രാവശ്യം. നമ്മൾ ഇതുപോലെ വലിയ പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ട് അല്ലേ? പാട്ടൊക്കെ പാടുമ്പോൾ എന്തൊക്കെയായി പാടുന്നത്? ഷ്യോ, കുരിശെടുത്തൻ യേശുവിനെ, കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും. എല്ലാം നല്ല പാട്ടുകളാ. പക്ഷേ അടുത്ത നിമിഷം യേശുവിനെ തള്ളിപ്പറഞ്ഞാണ് നമ്മൾ ജീവിക്കുന്നത്. പത്രോസ് ഒന്നുമില്ലെങ്കിൽ 3 വട്ടമല്ലേ തള്ളിപ്പറഞ്ഞുള്ളൂ. നമ്മളിപ്പോൾ എത്ര വട്ടമായി? 70 വട്ടമെന്ന് ചോദിച്ച പോലെ നമ്മളിപ്പോൾ എത്ര വട്ടമായി അല്ലേ? ഇന്ന് ഈ വെള്ളിയാഴ്ച നമുക്കൊന്ന് മാനസാന്തരപ്പെടാം. ക്യാൻ വി റിപ്പന്റ് ആൻഡ് സേ, ലോർഡ്, ഞാനിനി ഒരിക്കലും അങ്ങേ തള്ളിപ്പറയാൻ എൻ്റെ ജീവിതത്തിലിടയാവരുതേ എന്നൊരു പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ദൈവം കൃപ തരും അല്ലേ? അതുകൊണ്ട് അങ്ങോട്ട് കയറി ഓവർ സ്മാർട്ട് വർത്താനമൊന്നും യേശുവിൻ്റെ അടുത്ത് പറയണ്ട. യേശു പറയാം, മോനെ, നീ പറയുന്നത് എന്താണെന്ന് നിനക്ക് അറിയുന്നില്ല, നീ തള്ളിപ്പറയാൻ പോവാ. അവിടെ നമ്മൾ യേശുവിൻ്റെ മാതൃക എന്താ? ഡു യു publicize someone's or do you criticize someone's weakness instead of praying for him? പത്രോസിനൊരു വീക്ക്നെസ് ഉണ്ട്. he is going to deny and leave. അത് പുള്ളി ചെയ്യാൻ പോവാ. പക്ഷെ അത് അറിഞ്ഞിട്ടും യേശു എന്ത് ചെയ്തില്ല? അവനെ ക്രിട്ടിസൈസ് ചെയ്തില്ല. അടുത്തത് പബ്ലിസൈസ് ചെയ്തുമില്ല. അത് മനസ്സിലായോ? പത്രോസിനോട് ഒറ്റയ്ക്കാണ് പറഞ്ഞേ. ഇപ്പം നമ്മളെല്ലാവരും ആയിരുന്നെങ്കിലോ ഒരു ജനറൽ ബോഡി വിളിച്ചു കൂട്ടണം. എന്തിനാ? കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഇപ്പം നല്ല എളുപ്പമുണ്ട്. സോഷ്യൽ മീഡിയ കയറിയിട്ട് ഇതേണ്ടേ, ഒരാൾ ഒരു പെൺകുട്ടി ഞാനൊരു കാര്യം പറഞ്ഞു മതിയല്ലോ. ഒരാളെ പറ്റി എന്തെങ്കിലും പറയണമെങ്കിൽ ഒരു ഫേസ്ബുക്ക് ലൈവ് ഇട്ടാൽ മതി, ലോകം മൊത്തം അറിഞ്ഞോളൂ. നമ്മളിത് അതാ ചെയ്യുന്നത്. പക്ഷെ എൻ്റെ യേശു ചെയ്താൽ എന്താണെന്നറിയാം? ഒതുക്കത്തേക്ക് മാറ്റി വിളിച്ചിട്ട്, മോനെ, ഒന്ന് സൂക്ഷിച്ചിരുന്നാൽ കൊള്ളാം. സാത്താൻ ചോദിച്ചിട്ടുണ്ട് പാറ്റാൻ, ഞാൻ പക്ഷെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ കേട്ടോ, 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയാൻ പോവുക. He didn't criticize, he didn't publicize.
ഇൻസ്റ്റെഡ് ഹി പ്രേയ്ഡ് ഫോർ ദം. പഠിച്ചോ പാഠം? കുറ്റപ്പെടുത്തണ്ട, പരസ്യമാക്കണ്ട, പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. സോഷ്യൽ മീഡിയയിൽ എന്താ കാണുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിസൈസ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും പബ്ലിസൈസ് ചെയ്യുക, ഇതല്ലേ ചെയ്യുന്നത്? ലുക്ക് അറ്റ് ദി സോഷ്യൽ മീഡിയ, വാട്ട്സ് ഹാപ്പനിങ് അല്ലേ? അങ്ങ് താറടിക്കുക. പക്ഷേ യേശുവിൻ്റെ മാതൃക എന്താ? താറടിക്കലുമല്ല, പരസ്യമാക്കലുമല്ല, പ്രാർത്ഥിക്കുന്നതാണ് യേശുവിൻ്റെ മാതൃക. ഇസ് ദാറ്റ് എ ഗുഡ് ഒരു എക്സാമ്പിൾ? യേശുവിൻ്റെ ആ മാതൃക നമുക്ക് പിൻചെല്ലാൻ പറ്റിയൊരു മാതൃകയാണോ? ഇനി ഓർക്കുക, ആരെയും കുറ്റപ്പെടുത്തുന്നതിനും അവരുടെ വിഷയം പരസ്യമാക്കുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്തത് അതിനവൻ അല്ല, യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വന്ന് ജോൺ ചാപ്റ്റർ 12 വേഴ്സ് 4-6. ജോൺ ചാപ്റ്റർ 12 വേഴ്സ് 4-6. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുപ്പാനുള്ള യൂദാ ഇസ്കര്യോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി അവന്റെ പക്കലാകിയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. കേട്ടോ, ഈ മോട്ടിക്കുന്നവരെപ്പോഴും ദരിദ്രരെക്കുറിച്ച് ഭയങ്കര വർത്തമാനമൊക്കെ പറയും. ഈ ചാരിറ്റിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്ന ആരായിരിക്കും എന്നറിയാം? കള്ളന്മാരാ. കാരണം അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്. ഹി വാസ് എ തീഫ് ആൻഡ് ഹി യൂസ് ടു ഹെൽപ്പ് ഹിംസെൽഫ് ഫ്രം ദ മണി ബാഗ്. ആ മണി ബാഗ് പൊതുസഞ്ചിയാണ് അല്ലേ? അത് ട്രസ്റ്റിൻ്റെ പണമാണ്. പക്ഷേ ട്രഷറർ എന്താ ചെയ്യുന്നത്? കൂടെ പുള്ളിയുടെ അക്കൗണ്ടിലോട്ട് മാറ്റിക്കൊണ്ടിരുന്നു. ഇതാണ് എൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു കള്ളനാണ്. മാത്രമല്ല യേശുവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി ഇങ്ങനെയുള്ള ഒരാളാണ്. ഹീസ് ഗോയിങ് ടു ബിട്രേ മീ. ജീസസ് നോസ് ദാറ്റ് ജൂഡസ് ഈസ് ഗോയിങ് ടു ബിട്രേ ഹിം. ഒരു സംശയം വേണം. നേരത്തെ തള്ളിപ്പറയുമെന്ന് പത്രോസിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ നേണ്ടേ അടുത്ത ആൾ കാണിച്ചു കൊടുത്ത് ഒറ്റ കൊടുത്തിട്ട് ഓടിപ്പോകുമെന്നറിയാം. പക്ഷേ അങ്ങനെയുള്ള യൂദാസിനോടുള്ള യേശുവിൻ്റെ പെരുമാറ്റം മാത്യു ചാപ്റ്റർ 26 വേഴ്സ് 50. മത്തായി 26-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യം. മത്തായി 26-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യം. യേശു അവനോട്, സ്നേഹിതാ, നീ വന്ന കാര്യം എന്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് യേശുവിന്മേൽ കൈവച്ച് അവനെ പിടിച്ചു. യേശുവിനെ പിടിക്കാൻ വേണ്ടി അവർ വരിക. അവരെങ്ങനെയാണ് വരുന്നത്? ഇവൻ കൊണ്ടുവരിക. ഇവൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുള്ള കണ്ടീഷനിൽ കാശും മേടിച്ച് കൊണ്ടുവരിക. എന്നിട്ട് എങ്ങനെയാണ് കാണിച്ചു കൊടുക്കുന്നത്? ഞാൻ വന്നിട്ട് ആരെ ചുംബിക്കുമോ അതാണ് യേശു. ഒരു ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തു എന്ന്. അതുകൊണ്ടാണ് നമ്മൾ ജൂഡസ് കംസ് ആൻഡ് ബിട്രേസ് ജീസസ് ബൈ എ കിസ് ഓർ വിത്ത് എ കിസ്. അപ്പം ആ ചുംബനത്തിൻ്റെ അർത്ഥം എന്താ? അതിനകത്ത് ഒരു ആത്മാർത്ഥതയില്ല. ഇറ്റ്സ് നോട്ട് ഓഫ് ലവ് അല്ലേ? അതെന്താ? ആ ചുംബനം നിങ്ങളെന്ത് വിളിക്കും? എന്നെ വഞ്ചിക്കുന്ന ചുംബനമാണ്. പക്ഷെ അങ്ങനെ വഞ്ചിച്ച് ചുംബനം തരുന്ന ആളെ എന്താണ് വിളിച്ചത്? സ്നേഹിത, ഫ്രണ്ട്. ഇപ്പം എൻ്റെ അടുത്താണ് യൂദ വന്ന് എന്നെ ഇങ്ങനെ ചുംബനം ചെയ്യുമ്പോൾ ഞാൻ അവൻ്റെ ചെവിയിൽ എന്തായിരിക്കും പറയുന്നത്? ദുഷ്ട. എങ്ങനെ തോന്നിയടാ നിനക്ക്? 3.5 കൊല്ലം എൻ്റെ കൂടെ നടന്നിട്ട് എന്നെ ഇതേ കാണിച്ചു കൊടുക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? ഇതൊക്കെ നമ്മൾ പറയത്തുള്ളൂ. പക്ഷേ ഡു യു ഹേറ്റ് എനി വൺ ബിക്കോസ് ദേ ഹാവ് ബിട്രേഡ് യു? നിങ്ങളെ ഒറ്റിക്കൊടുത്തിട്ടുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. ഉണ്ടോ? അയ്യോ, നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പേ ഇരിക്കുന്ന കണ്ടാൽ തോന്നുന്നു ഒറ്റിക്കൊടുക്കല്ലോ. അതേത് നില ഒറ്റിക്കൊടുക്കുന്നതൊക്കെ നമുക്കറിയാം. ഈ പറയുന്ന ഒറ്റിക്കൊടുക്കൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മളെയൊക്കെ ഒത്തിരി പേര് ഒറ്റിയിട്ടുണ്ടെന്നേ. നമ്മൾ വിശ്വസിച്ചൊരു ഒറ്റി കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സ്നേഹിതർ ഒറ്റി കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വീട്ടുകാരെല്ലാം ഒറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കും, കൂട്ടുകാർ ഒറ്റി കൊടുത്തിട്ടുണ്ട്, സഭയിലുള്ളവർ ഒറ്റി കൊടുത്തിട്ടുണ്ട്. ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? ഒക്കെ ഉണ്ടെന്ന്. പക്ഷേ എൻ്റെ ചോദ്യം, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവരെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പകയ്ക്കുമോ? ഡു യു ഹേറ്റ് ദം ബിക്കോസ് ദേ ബിട്രേഡ് യു? In life's relationships, people always betray one another. ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരോടും
നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം? സ്നേഹിത, ഫ്രണ്ട്. അവിടെയും വിളിക്കാനൊരു പേരേ ഉള്ളൂ. അടുത്ത നിമിഷം പോയി തൂങ്ങിച്ചാവാൻ പോവാ. പക്ഷേ ആ തൂങ്ങിച്ചാവാൻ പോകുന്നതിനെ എന്താ വിളിച്ചത്? ഫ്രണ്ട്, മൈ ഫ്രണ്ട് അല്ലേ? അടുത്തത് പിടിക്കാൻ വന്നപ്പോൾ നമുക്കറിയാം, ജോൺ ചാപ്റ്റർ 18, 10 and 11. യോഹന്നാൻ 18-ാം അധ്യായം 10ഉം 11. ശീമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്ത് കാത് അറുത്തു കളഞ്ഞു. ആ ദാസന് മൽക്കോസ് എന്ന് പേർ. യേശു പത്രോസിനോട്, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൽ ഒരു കാര്യം കൂടെ യേശു പറഞ്ഞു. അത് ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞത്, പക്ഷേ മത്തായി ഇതെടുത്ത് എഴുതിയിട്ടുണ്ട്. മത്തായി 26:52, മാത്യു 26:52. വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവരൊക്കെയും വാളാൽ നശിച്ചു പോകും. ഇതെന്ന് ഓൾ ഓവർ ദ വേൾഡ് പീപ്പിൾ കോട്ട് ദിസ് അല്ലേ? വാളെടുക്കുന്നവനെല്ലാം വാളാൽ. പക്ഷേ യേശു പറഞ്ഞപ്പം തൊട്ടു മുമ്പ് പറഞ്ഞ എന്താ? വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ? അതിൻ്റെ അർത്ഥം ജീസസ് ന്യൂ that he has to drink of that cup. നേരത്തെ ഈ കപ്പും നീങ്ങിപ്പോണേന്നൊക്കെ പ്രാർത്ഥിച്ചു. പക്ഷേ പ്രാർത്ഥിക്കും തോറും നല്ല ഉറപ്പ് ദൈവം കൊടുത്തു. എന്താ? പിതാവ് ആ പാത്രം മാറ്റത്തില്ല, ആ പാനപാത്രം കുടിക്കുക തന്നെ ചെയ്യണം. ഇത് ഞാനിപ്പോൾ പറഞ്ഞൊരു ഹയർ ട്രൂത്തായി പറയുന്നത്. സംടൈംസ് God may allow you to drink that cup. How much you pray that the Father may take away that cup from you. He may choose to give it to you so that you have to drink. ഇതൊരു ചർച്ചയിൽ പുൽപ്പിറ്റിൽ നിന്ന് കേൾക്കാൻ കൊള്ളുന്ന ഒരു പ്രസംഗമല്ല ഞാനിപ്പം പറഞ്ഞത്. ചില പാനപാത്രം നീങ്ങിപ്പോകത്തില്ല. ആരും ആമേൻ പറയണ്ട. ഇനി ആമേൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വരുമോ എന്നുള്ള പേടിയാണ്. ചില പാനപാത്രം നീങ്ങിപ്പോകത്തില്ല. നിങ്ങളാരും ആമേൻ പറയണ്ട, ഞാൻ പറയാം ആമേൻ. പക്ഷെ ആ പാനപാത്രം കുടിക്കുന്നതിന് മുമ്പ് പിതാവ് ദൂതനെ അയച്ചു ശക്തിപ്പെടുത്തി. ഇപ്പം യേശുവിനെ പറയാം, ഞാൻ ആ പാനപാത്രം കുടിക്കേണ്ടതാ. കാരണം നീ വാളൊക്കെ ഇങ്ങിട് ഉറയിൽ, നീ എന്നെ ഡിഫെൻഡ് ചെയ്യുകയൊന്നും വേണ്ട, നീ എന്നെ രക്ഷിക്കുകയും വേണ്ട. ഈ പാനപാത്രം ഞാൻ തന്നെ കുടിക്കണം. ദിസ് കപ്പ് ഐ ഹാവ് ടു ഡ്രിങ്ക്, ദാറ്റ്സ് വൈ ഐ ഹാവ് കം. അതിൻ്റെ അർത്ഥം പീറ്റർ foolishly tried carnal weapons to fight. എന്താണ്? പത്രോസ് ജഡീക ആയുധമെടുത്ത് അവിടെ പോരാടാൻ നോക്കി. അത് യേശുവിന് വേണ്ടി എന്ന പേരും പറഞ്ഞു. ഇതൊരു പാഠം നമ്മൾ പഠിക്കണം. നമ്മുടെ ആയുധങ്ങളോ ജഡീകമല്ല. അവർ വെപ്പൺസ് ആർ നോട്ട് കാർണൽ. ഇന്ന് പത്രോസ് വാളെടുത്തതുപോലെ നമ്മളും വല്ലതുമൊക്കെ എടുക്കാറുണ്ടോ? ഡു യു ടേക്ക് ദ sword? At that time it was a sword, okay, a weapon. ഇന്ന് നമ്മുടെ കയ്യിലുള്ള sword ഏതാ? പറഞ്ഞേ. ഇന്ന് നമ്മുടെ കയ്യിലുള്ളൊരു ആയുധം ഏതാ? ഒരു വാളേതാ? നമ്മുടെ വായി കിടക്കുന്ന പോലെ നല്ലൊരു വാൾ വേറെയില്ല. അത് ഡെമോക്ലിസിൻ്റെ വാളിനെക്കാട്ടിലും നല്ല ഷാർപ്പാണ് നമ്മുടെ വായി കിടക്കുന്നത്. ഇനി കഴിയുമെങ്കിൽ നമുക്ക് ഈ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പേനയെടുത്ത് ഇങ്ങനെ പിടിച്ച് എഴുതണം. ഇപ്പം ഇറ്റ്സ് ഓൺലി എ ക്ലിക്ക് അവേ. വിരൽ മതി. എന്തുമാത്രം ഒരാളെ നമുക്ക് താറടിക്കാം, എന്തുമാത്രം നമുക്ക് ചെയ്യാം. മുറിക്കുക മാത്രമല്ല, കൊല്ലാം. ഒരാളെ അങ്ങ് കൊല്ലാം. നിങ്ങൾ ശ്രദ്ധിച്ചോ? കഴിഞ്ഞ 2 മാസത്തിനകത്ത് 2 ഭർത്താക്കന്മാരെന്നാണ് പറയുന്നത്. അവർ ഭാര്യയോട് പോയി ചത്തൂടടി പിള്ളേരെയും കൊണ്ട്. ചത്തു. വേറൊരു
പെൺകുട്ടി ഇതുപോലെ ചെയ്തു. തിരുവനന്തപുരത്ത് ട്രെയിനിൻ്റെ മുന്നോട്ട് ചെന്ന് അങ്ങ് തീർത്തു. ആ സമയത്തും കയ്യിൽ ഫോണുണ്ടായിരുന്നു. ഫോണിൻ്റെ അപ്പുറത്തൊരു നാവുണ്ടായിരുന്നു. ആ നാവ് എന്തു പറഞ്ഞെന്ന് നമുക്കറിയത്തില്ല. ഫോൺ പോയി, അതുകൊണ്ട് സാക്ഷി ഇനിയില്ല. പക്ഷേ നിങ്ങളുടെ നാവ് മാത്രം മതി ഒരാളെ കൊല്ലാൻ. ശരിയല്ലേ? നമ്മുടെ മുമ്പിൽ എത്ര ഉദാഹരണമാണ് ഇപ്പോൾ ഇങ്ങനെ അല്ലേ? അപ്പം ആസ് പീറ്റർ ടുക്ക് ദ സ്വോർഡ് ടു കിൽ സമ്മൺ, വി യൂസ് അവർ ടങ് ടു കിൽ സമ്മൺ. ബട്ട് ജീസസ് ഈസ് ടെല്ലിങ്, പുട്ട് ഇറ്റ് ഇൻ. തിരിച്ച് ഉറയിലിടത് വേണ്ട, വേണ്ട. നീ എന്നെ രക്ഷിക്കാൻ വേണ്ടി വാളെടുക്കണ്ട. കാര്യം ഞാനിത് അനുഭവിക്കാനാണ് വന്നത്, ഞാനത് ചെയ്തോളാം. ഒരു കാര്യം കൂടെ പറഞ്ഞു, വാളെടുത്താൽ നീ ആ വാള് കൊണ്ട് മരിക്കും. ഇതാണ് അതിനകത്തെ പ്രശ്നം. നമ്മുടെ നാക്കുകൊണ്ട് ഇന്ന് ജയിച്ചെന്ന് പറഞ്ഞാൽ നാളെ ഇതേ നാക്കുകൊണ്ട് ഞാൻ പരാജയപ്പെടുകയും ചെയ്യും. ഇഫ് യു തിങ്ക് ദാറ്റ് ബൈ യുവർ മൗത്ത് യു ഹാവ് വൺ, ബൈ ദ സെയിം മൗത്ത് will come your destruction also. So never fight with your tongue. ഇതൊരു പാഠം ദൈവം നമ്മളോട് പഠിപ്പിക്കുക. നാവ് കൊണ്ട് യുദ്ധം ചെയ്യരുത്. Did you get the point? നാവ് കൊണ്ട് ഉള്ള യുദ്ധം അങ്ങ് നിർത്താൻ പ്രിയപ്പെട്ടവരെ. പകരം നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദൈവത്തോടങ്ങ് പറയുക, കർത്താവ് ആ കാര്യങ്ങൾ ചെയ്തോളും. ഓക്കെ, അപ്പം അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നാവുകൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യാത്തതിന് കാരണം പറഞ്ഞിട്ടുണ്ട്. വി ഷുഡ് ഹാവ് എ റിയലൈസേഷൻ ദാറ്റ് നോ മാൻ ക്യാൻ ഡു എനിത്തിങ് അഗൻസ്റ്റ് മീ ബിയോണ്ട് വാട്ട് ഗോഡ് ഹാസ് പെർമിറ്റഡ്. ദൈവം അനുവദിക്കുന്നതിനപ്പുറം ഒരു മനുഷ്യനും എന്നോടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും മനുഷ്യർ നമ്മളോട് എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അത് ദൈവം അനുവദിച്ചിട്ടാണ് ചെയ്യുന്നത്. ക്യാൻ യു സേ an amen for that? നിങ്ങൾ പലരും സങ്കടപ്പെടുന്നുണ്ടായിരിക്കും, എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അത് അനീതിയാണ്, അല്ലെങ്കിൽ അക്രമമാണ്, അല്ലെങ്കിൽ അത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ സങ്കടം പറയുന്നുണ്ടായിരിക്കും. തിങ്ക് ദിസ് വേ, ലോർഡ് ഹാസ് പെർമിറ്റഡ് that to happen in my life, or God has permitted them to do that to me in my life. അത്രയേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞങ്ങ് സമാധാനിക്ക്. അങ്ങനെയൊക്കെ സമാധാനിച്ചാലേ പറ്റൂ പ്രിയപ്പെട്ടവരെ. അല്ലാതെ നിങ്ങൾ നാവും കൊണ്ട് അതിനെല്ലാം പോരാടിക്കൊണ്ട് നടന്നാൽ പറ്റത്തില്ല. ചില കാര്യങ്ങൾ why that happened, why me എന്നൊക്കെ നമ്മളെപ്പോഴും ചിന്തിക്കും. Don't waste your life by questioning what has happened in your life. Instead, leave it and say, Lord, you permitted that to happen. That's it. അങ്ങനെ പറഞ്ഞങ്ങ് വിട്ടേക്കണം പ്രിയപ്പെട്ടവരെ. അതിൻ്റെ കൂടെ തന്നെ ജീസസ് ടോൾഡ് പൈലറ്റ് സംതിങ്. ജോൺ ചാപ്റ്റർ 19, 10 and 11. യോഹന്നാൻ 19 അധ്യായം 10-11 വാക്യം. യോഹന്നാൻ 19 അധ്യായം 10-11 വാക്യം. യേശു ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകയില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്നുത്തരം പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. പീലാത്തോസ് പറയാ, യേശുവേ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മീ. എന്നെ നീ കുറച്ച് കാണരുത്. ഞാൻ അധികാരിയാണ്. ഐ എം എ ഗവർണർ. ഐ ഹാവ് പവേഴ്സ്. വാട്ട് പവേഴ്സ്? ഐ ക്യാൻ കിൽ യു, അറ്റ് ദ സെയിം ടൈം ഐ ക്യാൻ സേവ് യു ടു. ഉടനെ യേശു പറയുക, ഒരു കാര്യം പറയട്ടെ, പിതാവ് തന്ന അധികാരമല്ലാതെ ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ദൈവം പെർമിറ്റ് ചെയ്യാത്തതൊന്നും ഒരാൾക്ക് എന്നോട് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരൊറ്റ ഒരു പോയിൻ്റ് നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് എടുത്താലുണ്ടല്ലോ, നമ്മുടെ ജീവിതം ഒത്തിരി ആശ്വാസമാവും. ഇന്നോട്ട് ഞാൻ ഈ കടന്നു പോകുന്നതല്ല, അല്ലെങ്കിൽ ഞാൻ കടന്നു പോയതെല്ലാം ദൈവം അനുവദിച്ചിട്ടാണ് ഞാൻ കടന്നു പോയത് എന്നൊന്ന് ചിന്തിച്ച് ഒന്ന് ആശ്വസിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ആലോചിച്ച് നോക്കിയേ. ഇന്ന് നമ്മൾ പിന്നെയും വൈ ഡിഡ് ഗോഡ് അലോ ദാറ്റ്? ഇതാണ് നമ്മൾ വീണ്ടും ചോദിക്കുന്നത്. സ്റ്റോപ്പ് ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഞാൻ എപ്പോഴും പറയുമല്ലോ, വൈ മീ എന്ന് ചോദിക്കുന്നത്, ദാറ്റ്സ് നോട്ട് മെച്യൂരിറ്റി. ഇൻസ്റ്റെഡ് യു ഷുഡ് ബി ആസ്കിങ്, വൈ നോട്ട് മീ?
എന്ന് ചോദിക്കാൻ ആ മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ വരണം. ഇപ്പോഴും നിങ്ങൾ വൈ മീ എന്ന് പറയുകയാണെങ്കിൽ യു ആർ എ ബേബി ക്രിസ്ത്യൻ ഞാൻ പറയും. ലെറ്റ്സ് ഗ്രോ പക്വതയിലേക്ക്, പരിജ്ഞാനപൂർത്തിയിലേക്ക് നമുക്ക് വളരാൻ പ്രിയപ്പെട്ടവരെ. ലൂക്കോസ് 22 അധ്യായം 61 62. ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 61 and 62. ലൂക്കോസ് 22 61 62. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ആ ഒന്നെന്നുള്ളത് ഒന്ന് അടിവരയിട്ടാലും കുഴപ്പമില്ല. നമ്മുടെയൊക്കെ ഒരു നോട്ടം മതി. നമ്മൾ പറയത്തില്ലേ, ഓ ഒരു നോട്ടം ഞങ്ങൾ ഭസ്മമായിപ്പോയി. ശരിയാ, നമ്മളൊക്കെ നോക്കുന്ന നോട്ടം അതുപോലെ അല്ലേ. പത്രോസ് ഒരു നോട്ടം, അതെങ്ങനെയാ? അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ആ ഒന്നെന്നുള്ള ഇച്ചിരി വൈബ്രേഷൻ ഇട്ട് പറയണ്ട, എന്നാലേ ശരിയാവത്തുള്ളൂ. പത്രോസിനെ തിരിഞ്ഞ് ഒന്ന് നോക്കി. ആ ഒറ്റ നോട്ടത്തി അത് പത്രോസ് മറക്കത്തില്ല. അപ്പം എന്ത് ചെയ്തു? ഇന്ന് കോഴി കൂകും. അല്ലല്ല അതല്ലല്ല എന്ന് പറഞ്ഞിട്ട് 62 വാക്യം, പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. അത് തൊട്ടുമ്പ് എഴുതിയിട്ടുണ്ട്, ഇത് നോക്കിയതും അയ്യോ നീ 3 വട്ടം തള്ളിപ്പറയും കോഴി കൂവുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞത് ഓർത്തു. പക്ഷെ ഓർത്തിട്ട് അടുത്ത വാക്യമാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്. എന്താണ്? പുറത്തിറങ്ങി ദുഃഖത്തോടെ കരഞ്ഞു. അപ്പം യേശു നോക്കിയ നോട്ടം എങ്ങനെയായിരുന്നു? നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ നോട്ടം അല്ല നോക്കിയത്. Was it a look of conviction or condemnation? Did he look to convict him or to condemn him? അവനെ അതൊന്ന് ഓർപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കിയതാണോ അതോ അവനെ കുറ്റപ്പെടുത്തി നോക്കിയതാണോ? നമ്മളായിരുന്നെങ്കിലോ, കോഴി കൂവുന്നു ഞാൻ തിരിഞ്ഞൊരു നോട്ടം, ഇത് എന്നെയല്ലടാ പറഞ്ഞത് എന്നും പറഞ്ഞൊരു നോട്ടം നോക്കുമ്പം അവൻ തല കുനിച്ചിങ്ങനെ കുറ്റബോധത്തോടെ പോയേനെ. പക്ഷേ ആ നോട്ടത്തിൽ പത്രോസിനുണ്ടായ മാറ്റം എന്താണെന്നുണ്ടോ? അതിദുഃഖത്തോടെ കരഞ്ഞു. അതെന്ത് കരച്ചിലായിരുന്നു? അനുതാപത്തിൻ്റെ, ഒരു മാനസാന്തരത്തിൻ്റെ, ഒരു മടങ്ങിവരവൻ്റെ കരച്ചിലായിരുന്നു. യേശു എന്നെ നിങ്ങളെ നോക്കുന്നത് കുറ്റപ്പെടുത്തിയുള്ള നോട്ടമല്ല. നമ്മളൊക്കെ അന്യോന്യം കുറ്റപ്പെടുത്തിയാണ് നോക്കുന്നത്. പക്ഷേ എൻ്റെ യേശു എന്നെ നോക്കുന്നത് കുറ്റപ്പെടുത്താനല്ല എന്നെ നോക്കുന്നത്. എന്നെ മാനസാന്തരത്തിലേക്ക്, അനുതാപത്തിലൂടെ എന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നൊരു നോട്ടമാണ് എൻ്റെ യേശുവിൻ്റെ നോട്ടം. അങ്ങനെ നിങ്ങൾ യേശു നോക്കിയിട്ടുണ്ടോ? നെക്സ്റ്റ് ടൈം വെൻ ഹി ലുക്സ് അറ്റ് യു, ട്രീറ്റ് ദാറ്റ് ലുക്ക് ആസ് ദാറ്റ്. ഹി ഈസ് നോട്ട് ലുക്കിംഗ് മീ ടു കണ്ടം മീ, ഇൻസ്റ്റെഡ് ഹി ഈസ് ലുക്കിംഗ് ടു കൺവിക്ട് മീ. പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താനാ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തും അവൻ്റെ ഒരു നോട്ടം. അതുകൊണ്ട് ദയവായി ആ യേശുവിൻ്റെ മാതൃക നമുക്കും എടുക്കാം. Does my reaction to an offense convict the offender or condemn him? Either convict or condemn. What should happen? Conviction should happen. Okay. അവിടെ ആ മഹാപുരോഹിതൻ്റെ മുമ്പേ നിൽക്കുമ്പം മത്തായി 26 62 63, മാത്യു 26 62 and 63. And the high priest arose and said to him, "Do you answer nothing? What is it these men testify against you?" What is it these men testify against you? അപ്പോൾ അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, But Jesus kept silent. Jesus kept silent. മലയാളത്തിൽ യേശുവോ മിണ്ടാതിരുന്നു. മിണ്ടാതിരുന്നു. അപ്പം മഹാപുരോഹിതൻ ചോദിക്കുന്നത്, നീ ഒരു ഉത്തരവും പറയുന്നില്ലേ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശുവോ മിണ്ടാതിരുന്നു. അപ്പം നമ്മൾ ചിന്തിക്കുന്ന യേശു എപ്പോഴും മിണ്ടായിരുന്നെന്നാ. എപ്പോഴും മിണ്ടായിരുന്നില്ല. അടുത്ത വാക്യം 60 പിന്നെയും ചോദിച്ചു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ
പറക എന്ന് ഞാൻ നിന്നോട് ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു എന്ത് ചെയ്തു? ഞാൻ ആകുന്നു. ഞാൻ ആകുന്നു. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഒരു വാക്യം മുമ്പേ മിണ്ടാതെ ഇരുന്നു. ഹി കെപ്റ്റ് ക്വയറ്റ്, ഹി വാസ് സൈലൻറ്റ്. ബട്ട് ആഫ്റ്റർ എ വേഴ്സ് ഹി ഓപ്പൺഡ് ഹിസ് മൗത്ത് ആൻഡ് യെസ് ഐ ആം, ഞാനാണ്. കണ്ടോ? അതിൻ്റെ അർത്ഥം എന്താ? പറയേണ്ട സമയത്ത് പറയണം, പറയേണ്ടാത്ത സമയത്ത് മിണ്ടാതിരിക്കണം. നമ്മളോ പറയേണ്ട സമയത്ത് മിണ്ടാതിരിക്കും, ആയ സമയത്ത് മിണ്ടാതിരിക്കേണ്ട സമയത്തോ രണ്ട് പറഞ്ഞിട്ടേ ഉള്ളെങ്കിൽ. ഇവിടെ പ്രശ്നം. ഇതെവിടെ കൊണ്ട് കട്ട് ആൻഡ് പേസ്റ്റ്, എവിടെ പേസ്റ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് എവിടെ പേസ്റ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. കിട്ടുന്നിടത്തെല്ലാം പേസ്റ്റ് ചെയ്യും. യേശുവിന് മിണ്ടാതിരിക്കാൻ അറിയാം. ആൻഡ് അവിടെ ഒരു വേറെ തലയെടുത്തിട്ടുണ്ട്. മത്തായി 27:14 പീലാത്തോസ് ഇതേപോലെ ചോദിക്കും ഓരോന്ന്. അപ്പോഴൊന്നും യേശു മിണ്ടുന്നില്ല. പക്ഷേ അവൻ ഒരു വാക്കിനും ഉത്തരം പറയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു. When Pilate asked him the same question, Jesus answered him not one word, and he was marveled at his silence എന്നാണ്. എന്താണ്? നാടുവഴി ആശ്ചര്യപ്പെട്ടു. ഈ മനുഷ്യൻ എങ്ങനെ വായ് പൊട്ടി മിണ്ടാ നിൽക്കുന്നു? ഇവർ ഇത്രയും പേര് കുറ്റപ്പെടുത്തിയിട്ടും ഹിസ് നോട്ട് ഈവൻ ഓപ്പണിങ് ഹിസ് മൗത്ത്. ആശ്ചര്യപ്പെടുക. അവൻ്റെ മൗനത്തിങ്കൽ ആശ്ചര്യപ്പെട്ടു. ഇന്ന് നമ്മുടെ വർത്താനത്തിങ്കൽ നാടുവാഴികൾ ആശ്ചര്യപ്പെടുക. എടാ, ഇയാളൊരു വിശ്വാസിയല്ലേ, എന്നിട്ടെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആശ്ചര്യപ്പെടുക. ഇതാണ് നമ്മൾ യേശുവും തമ്മിലുള്ള വ്യത്യാസം. ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ us and Jesus. When he kept quiet, they were marveled. But when we open our mouth, they are again marveled. ഇതെങ്ങനെ ഒരേ വായിന്ന് രണ്ടും വരുന്നതെന്നാണ് ആൾക്കാർ നമ്മളെപ്പറ്റി ചിന്തിക്കുന്നത്, അല്ലേ? അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? When you are accused falsely, do you defend yourself or leave it to God to fight your battles? നിങ്ങളെ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ നിങ്ങളെ തെറ്റായി നിങ്ങളെക്കുറിച്ച് സകലതും കളവായി പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഡിഫെൻഡ് ചെയ്യുമോ അതോ ദൈവസന്നിധിയിലേക്ക് അങ്ങേൽപ്പിക്കുമോ? ആലോചിച്ച് നോക്കിയേ. നമ്മളെപ്പോഴും പറയാറുണ്ട് ദ ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന് പറയും, പാടും, പക്ഷേ യുദ്ധം മുഴുവൻ ഇവിടെ കിടന്ന് ചെയ്യും. അതാണ് പ്രശ്നം. ഇന്ന് നമുക്ക് നമുക്ക് നിർത്താം. ഏതാ? യുദ്ധം അങ്ങ് നിർത്താം. ഞാൻ എന്നെ ഡിഫെൻഡ് ചെയ്യുന്നില്ല, അല്ലേ? ഞാൻ എന്നെ ഡിഫെൻഡ് ചെയ്യുന്നില്ല. പകരം ഞാനത് ദൈവത്തെ ഏൽപ്പിക്കുക. ഹി നോസ് മീ വെരി വെൽ. അവൻ എന്നെ നല്ലോണം അറിയാം, ഇല്ല? ആരും എന്തും പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ ദൈവത്തിൽ അതങ്ങ് ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും സേഫർ, പ്രിയപ്പെട്ടവരെ, അല്ലേ? ഗൊൽഗോഥായി പോയി. അവിടെ ചെന്നിട്ട് മത്തായി സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യം വായിച്ചേ. മാത്യു ചാപ്റ്റർ 5:44. മത്തായി 5:44. ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് ചോദിച്ചോട്ടെ, നിങ്ങളെ ഉപദ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? Is there anyone who is causing inconvenience for you? At least some inconvenience. Is someone causing it? അയൽക്കാരൻ, യൂഷ്വലി നമ്മുടെ അയൽക്കാരാണല്ലോ. അവിടുത്തെ ഇലയെല്ലാം ഇങ്ങോട്ട് വീഴുന്നു, അവിടുത്തെ വെള്ളം എല്ലാം കൊണ്ട് ഇങ്ങോട്ട് വീഴുന്നു. ഇതൊക്കെ സ്ഥിരമാണല്ലേ? ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ കോർപ്പറേഷനെ കൊണ്ട് ആദ്യം കൊടുത്തു, പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തു, പിന്നെ നിങ്ങൾ RDOയ്ക്ക് കൊണ്ട് കൊടുത്തു, പിന്നെ കളക്ടറെ നേരിട്ട് കണ്ടു പറഞ്ഞു, പിന്നെ നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ പോയപ്പോൾ അവിടെ കയറ്റി വിടാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയെ കണ്ടില്ല എന്നേ ഉള്ളൂ. ആലോചിച്ച് നോക്കിയേ, നിങ്ങളിനി പോകാൻ എവിടെ ബാക്കിയുള്ളത്?
അപ്പോൾ എൻ്റെ ചോദ്യം, ഈ വചനപ്രകാരം നിങ്ങൾക്ക് ഈ കഷ്ടം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നഷ്ടകഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതെന്താ പ്രാർത്ഥിക്കേണ്ടത്? ലൂക്ക് 23:34, ലൂക്കോസ് 23:34, ലൂക്കോസ് 23:34. നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ദൈവിക സത്യങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്, അത് ഓർത്തോണം. അതിനവൻ, പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളി. Then Jesus said, Father, forgive them, for they do not know what they do. പത്രോസൊക്കെ കഴിഞ്ഞു കേട്ടോ, നമ്മൾ ഇങ്ങ് വന്നു. ജിജി ഇപ്പോഴും പത്രോസിൻ്റെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. 23:34. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. കണ്ടാ യേശു എന്തോ ചെയ്തത്? കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, അതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ. ഇനി ഒന്ന് ചോദിച്ചോട്ടെ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് അറിയാമോ? അവരറിഞ്ഞുകൊണ്ടൊക്കെ അവർ ചെയ്യുന്നത്. പക്ഷേ യേശു പറയാം, അവരറിയുന്നില്ല. കാരണം ഇതാരോടാണ് ഇത് ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തേക്കണം? അവർക്ക് എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം, ഇവരെന്തായി ചെയ്യുന്നതെന്ന്. അല്ല, അവരെന്തെന്നറിയാതെ ചെയ്യുക. അവരോട് എന്ത് ചെയ്തേക്കണം? ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ശരിയായ പ്രാർത്ഥന. അതിൻ്റെ അർത്ഥം ഈ യേശു തന്നെയാണ് സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണത്തിൽ എന്താ പറഞ്ഞത്? ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കണമെന്ന്. ഇപ്പം ക്രൂശിൽ കിടന്നുകൊണ്ട് എന്താ ചെയ്യുന്നത്? അവർ ചെയ്യുന്ന എന്തെന്നറിയായാൽ അവരോട് ക്ഷമിക്കണമേ. അതിൻ്റെ അർത്ഥം എന്താണ്? ജീസസ് ഈസ് പ്രാക്ടീസിങ് ഓൺ മൗണ്ട് ഗോൽഗോഥ what he had preached in the Mount of Galilee. ഗലീലയിലെ ആ കുന്നിൻ പുറത്തിരുന്ന് എന്ത് പഠിപ്പിച്ചോ അതിപ്പം 3.5 കൊല്ലത്തിന് ശേഷം അത് പാലിക്കുന്നു. ഞാൻ താണ്ടെ സുന്ദരമായിട്ട് പഠിപ്പിക്കുന്നു, പക്ഷേ ഇത് ഞാൻ പാലിച്ചില്ലെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ ഞാൻ കുറ്റക്കാരനാണ്. ഈ ഗലീല കുന്നിലിരുന്ന് നന്നായിട്ട് ഗിരിപ്രഭാഷണം നടത്താൻ എല്ലാവർക്കും പറ്റും, പക്ഷേ ക്രൂശി കിടക്കുമ്പം അത് പാലിക്കാൻ പറ്റത്തില്ല. ദാറ്റ്സ് എ പ്രോബ്ലം. ഇറ്റ്സ് ഈസി ടു പ്രീച്ച്, ഇറ്റ്സ് ഈസി ടു ടീച്ച്, ബട്ട് ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു പ്രാക്ടീസ്. സോ ജീസസ് preached or taught to forgive and pray and bless them, but now he is practicing what he had preached earlier. എൻ്റെ ചോദ്യം, നമ്മൾ ഈ പ്രസംഗിക്കുന്നതൊക്കെ പാലിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? പ്രസംഗം എളുപ്പമോ, പക്ഷെ പാലിക്കാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. നാളെ ഈ പരീക്ഷ വരും, നാളെ നമ്മളും ക്രൂശിലാവും. അന്ന് ഈ പഠിപ്പിച്ചതൊക്കെ പാലിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ചു വച്ചിരിക്കുന്നതൊക്കെ പാലിക്കണമെങ്കിൽ ധാരാളം കൃപ വേണം, ശക്തി വേണം. അതിനുവേണ്ടി ഇപ്പോഴേ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഓക്കെ, ലൂക്കോസ് 23-ാം അധ്യായത്തിലേക്ക് വരുമ്പം നമ്മളിപ്പോൾ ഒരു ക്രൂശിൻ്റെ വഴിയാണ് പോകുന്നതെന്ന് ഓർത്തോണേ. ഇവിടെ 7 സ്റ്റേഷൻസ് ഒന്നും ഇവിടെ ഇല്ല, പക്ഷേ ആക്ച്വലി വി ആർ ഓൺ ദി വേ ഓഫ് ദ ക്രോസ്. ഓക്കെ, ലൂക്കോസ് 23-27 മുതൽ 29 വരെ. ലൂക്ക് 23:27-29. ഒരു വലിയ ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ചു. മുറയിടുന്ന അനേകം സ്ത്രീകളും അവന്റെ പിന്നാലെ. ജനസമൂഹം ഇന്നും ഉണ്ട്. ഇപ്പം ഇന്ന് രാവിലെയും നോക്കിയാൽ അറിയാം. ഇന്ന് നിങ്ങൾ പലർക്കും വരാൻ ട്രാഫിക് ജാം ആയിരുന്നു, പാളയം വഴി വരാൻ പറ്റിയില്ല. എന്താണ്? ഒരു വലിയ സമൂഹം ഇങ്ങനെ ക്രൂശും വഹിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്, അല്ലേ? ഒരു വലിയ ജനസമൂഹം. ഇന്ന് ക്രിസ്ത്യാനിലുള്ളിടത്തെല്ലാം ഇന്ന് വലിയ ജനസമൂഹവും ഇങ്ങനെ പ്രൊസഷനായിട്ട് പോവുക. പക്ഷെ ആ പ്രൊസഷനായിട്ട് പോകുമ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ. അനേകം സ്ത്രീകളും അവൻ്റെ പിന്നാലെ. അവനെ ചൊല്ലി വിലപിച്ചു മുറയിടുന്ന അനേകം സ്ത്രീകളും അവൻ്റെ പിന്നാലെ ചെന്നു. കേട്ടോ, ഈ സ്ത്രീകൾ അങ്ങ് നെഞ്ചത്തടിച്ചങ്ങ് വിലപിക്കുക. എന്നാലും എൻ്റെ യേശുവേ നിനക്കിത് വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ. അപ്പം എന്താ യേശു തിരിഞ്ഞു നോക്കി പറഞ്ഞു? യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. മച്ചികളും പ്രസവിക്കാത്ത. മതി. ഈ എല്ലാവരും കൂടെ തനിക്ക് വേണ്ടി കരയുമ്പം ആക്ച്വലി ഹീസ് ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് സിമ്പതി, അല്ലേ? ഒത്തിരി സഹതാപം കിട്ടുക. അപ്പം നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിങ്ങനെ ക്രൂശി കിടക്കുമ്പോൾ നിങ്ങളെല്ലാം വന്ന് നിലവിളിക്കുമ്പോൾ
എനിക്ക് അല്പം ഒരു ആശ്വാസം കാണും. ഒന്നുമില്ലായിരുന്നേണ്ട എനിക്ക് വേണ്ടി കരയാൻ നിലവിളിക്കാൻ ഇത്രയും പേര് ചുവട്ടിലുണ്ടല്ലോ. നിങ്ങൾ കുറച്ചൊന്ന് ഉറക്ക വിളി. അത് കേൾക്കുമ്പോൾ എനിക്കൊരു ആശ്വാസം. ഒന്നുമില്ലെങ്കിലും ആരും എന്നെ അറിയുന്നില്ല എന്നുള്ളപ്പോൾ എനിക്ക് വേണ്ടി കരയാൻ ഇത്രയും സ്ത്രീകളെങ്കിലും ഉണ്ടല്ലോ. പക്ഷേ യേശുവോട് എന്താ പറയുന്നത്? ഹീ വാസ് നോട്ട് ഫോർ സെൽഫ് സിമ്പതി. ഹി ഈസ് ടെല്ലിങ് ഡോണ്ട് ക്രൈ ഫോർ മീ, ഡോണ്ട് ക്രൈ ഫോർ മീ, ക്രൈ ഫോർ യുവർ ചിൽഡ്രൻ. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മക്കളെ ചൊല്ലി അവരെക്കുറിച്ചാണ് ദൈവത്തിന് താല്പര്യം. എന്നെക്കുറിച്ച് നിങ്ങളിനി വിലപിക്കണ്ട എന്നുള്ളതാണ് അല്ലേ. 23-ാം അധ്യായത്തിൻ്റെ 39 തൊട്ടൊന്ന് വായിച്ചേ. ലൂക്ക് 23:39. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. കണ്ടോ, അവിടെ രണ്ട് സൈഡിൽ രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു. അതിൽ ഇത് ഏത് കള്ളനാണ്? ഇടത്തോ വലത്തോ? ഇല്ലല്ലേ. നമുക്ക് ആ കൂടി ഇടത്തെ കള്ളൻ വലത്തെ കള്ളൻ അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല. പിന്നെ നമുക്കുള്ളത് നല്ല കള്ളൻ, മറ്റേത് അല്ലേ. ശരി, അപ്പോൾ ഈ നല്ലതല്ലാത്ത കള്ളം പറയുക എന്താണ്? നിന്നെ തന്നെ ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് ദുഷിച്ചു. ഉടനെ മറ്റവൻ എന്ത് ചെയ്തു? ഇവനെ ശാസിച്ചു. സമശിക്ഷാവധിയിൽ തന്നെ ആയിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് അവൻ ഇങ്ങോട്ട് ഇങ്ങനെ എത്തി പറയുമ്പം നടുക്കിടന്നുകൊണ്ട് പറഞ്ഞു കൊടു കണ്ടോ, അവൻ എന്നെ പറഞ്ഞു കേട്ടോ. എനിക്ക് പറയാൻ ഇല്ലാത്തതുകൊണ്ടല്ല, എങ്കിലും നീ അത് പറഞ്ഞുകൊണ്ട്. സത്യം പറഞ്ഞാൽ ഞാനാണ് ഇങ്ങനെ കിടക്കുമ്പം, ഇപ്പുറത്ത് കിടക്കുന്നവനാണെന്ന് ഇരിക്കട്ടെ, അവൻ എന്നെ ദുഷിക്കുമ്പം, ഇവൻ എന്നെ സപ്പോർട്ട് ചെയ്ത് അവനോട് തർക്കിക്കുമ്പം എനിക്ക് ഒന്നുമില്ലേലും അല്പം ഒരു ആശ്വാസം വന്നേനെ. പക്ഷേ യേശുവിന് ഇതൊന്നും വിഷയമല്ല. ഇത് കഴിഞ്ഞിട്ട് അവനൊരു കാര്യം പറഞ്ഞു. യേശുവേ, പിന്നെ അവൻ, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. What does this mean? In spite of his intense physical suffering, he ministers to the spiritual need of a robber who was crucified along with him. തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട ഒരു കള്ളൻ. അവൻ ഒരു കള്ളനാ. അവൻ നല്ല കള്ളനൊന്നുമല്ല, അവൻ കള്ളൻ തന്നെയാണ്. അവനെന്തോ ചെയ്തതിനാണ് ഈ കിടക്കുന്നത്. പക്ഷേ അവനൊരു സ്പിരിച്വൽ നീഡുണ്ട്. അവന് പറുദീസയിൽ വരണം. അതാണല്ലോ ഒരാത്മീയ ആവശ്യം. അതവനങ്ങ് പറഞ്ഞു. അതവന് മനസ്സിലായി. ഇവിടെ യേശു പറയുക, എനിക്കിവിടെ സിമ്പതിയൊന്നും വേണ്ട, പക്ഷേ ലെറ്റ് മീ മിനിസ്റ്റർ ടു ദ നീഡ് ഓഫ് എ പേഴ്സൺ ഹിയർ. നോക്കണേ, ആ അതിവേദനയിൽ കിടക്കുമ്പോഴും ഒരുവൻ്റെ ആവശ്യത്തിന് കൂട്ടായ്മ കാണിക്കാൻ യേശുവിന് പറ്റി. ഇനി അവിടെ മാത്രമല്ല, അടുത്തത് യോഹന്നാൻ 19-ാം അധ്യായത്തിൽ 25 മുതൽ 27, ജോൺ 19:25-27, യോഹന്നാൻ 19-ാം അധ്യായം 25 മുതൽ 27 വരെ വായിക്കുമ്പം യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. കണ്ടോ, ആ അതിവ്യതയെ കിടക്കുമ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞാൽ യേശു ദൈവോത്തൻ മാത്രമല്ല, മനുഷ്യപുത്തനാണ്. തന്നെ പ്രസവിച്ചൊരമ്മ താഴെ ഇപ്പോട്ട്. ഇനിയിപ്പോൾ അമ്മയുടെ കാര്യം നോക്കാൻ ആരുമില്ല. ഒരു ശിഷ്യനെ വെച്ചിടാ, നിൻ്റെ അമ്മയാ, കൊണ്ടുപോയി നോക്കിക്കോണം അല്ലേ. അമ്മയടുത്ത് പറഞ്ഞതേ ഇതാ മോൻ. അതിനുശേഷം ആ ശിഷ്യൻ അമ്മയെ കൊണ്ടുപോയി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സോ അവിടെയും ആ ഇൻറ്റൻസ് പെയിനകത്ത് പോകുമ്പോഴും ഹി പ്രൊവൈഡഡ് എ കെയർ ടേക്കർ സൺ ഇൻ ദ പ്ലേസ് ഫോർ ഹിസ് മദർ. എൻ്റെ സ്ഥാനത്ത് ഇനി ഇവനായിരിക്കും മകൻ എന്നും പറഞ്ഞ് ഒരാളെ അമ്മയെ ഏൽപ്പിച്ചു. അതിൻ്റെ അർത്ഥം അതിവേദനയിലും തൻ്റെ ഓരോ ഉത്തരവാദിത്തങ്ങളും താൻ നിറവേറ്റുന്നുണ്ട്. ഇന്ന് നമ്മുടെ പ്രശ്നം, നമ്മൾ വേദനയിലായിരിക്കുമ്പോൾ വി ആർ ഓൺലി ബോതേർഡ് ഓർ വറീഡ് അബൌട്ട് അവർ പെയിൻ. വി ഡോണ്ട് കെയർ അബൌട്ട് അതേഴ്സ്. അത് അമ്മയായാലും ശരി അല്ലേ. അതിവേദനയിൽ പോകുമ്പോഴും അമ്മയുടെ കാര്യം നോക്കി. ഇവിടെ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, പ്രായമുള്ള അമ്മമാർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ അമ്മയുടെ കാര്യം നിങ്ങൾ നോക്കുന്നുണ്ടോ? അതൊരു ചോദ്യമാണ്. ഹൗ ഡു യു ട്രീറ്റ് യുവർ മം?
ഇന്ന് ചിലരൊക്കെ പറയല്ലേ, ഞങ്ങൾ ജീവിക്കാൻ പെടുന്ന പാട് ഞങ്ങൾക്കറിയാം, എനിക്ക് 4 മക്കൾ, അവരുടെ കാര്യം നോക്കണം, ഇതിനിടയ്ക്ക് ഈ തള്ളയ്ക്കും കൂടെ ഞാൻ ചെലവിന് കൊടുക്കണോ? നിങ്ങൾ ക്രൂശിലൊന്നും അല്ലല്ലോ കിടക്കുന്നത്. ആ അമ്മയ്ക്ക് കൂടെ എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുക. അമ്മയെ പോയിന്ന് കാണുക, അമ്മയൊന്ന് വിളിച്ചുകൊണ്ടൊന്ന് വീട്ടിൽ നിർത്ത്, ഇതൊക്കെ ഒന്ന് ചെയ്യ്. അമ്മയുള്ളപ്പോഴേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. അമ്മ പോയിട്ട് എഴുന്നേറ്റ് നിന്ന് വലിയൊരു സാക്ഷി അടിച്ചിട്ട് നിൽക്കുക, ഈ അമ്മയുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉള്ള കാരണം, ഈ അമ്മയുടെ പ്രാർത്ഥനയാണെന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ പാസ്റ്റർമാർ ഈ അടക്കത്തിനൊക്കെ ചെന്നതുപോലെ ഒത്തിരി കോമഡി ഷോ കാണാറുണ്ട്. അതിലൊരു കോമഡിയാണ് ഈ തള്ളയ്ക്ക് വെള്ളം കൊടുക്കാത്ത മോനും മോളും മരുമോളും ഒക്കെ എഴുന്നേറ്റ് നിന്ന് അടിക്കുന്ന ഓരോ അടികൾ കാണണം. നമ്മളൊക്കെ കുനിഞ്ഞിരിക്കും. കാരണം നമുക്ക് കുറച്ചൊക്കെ കഥകൾ അറിയാമായിരിക്കുമല്ലോ ഈ കുടുംബമായിട്ടൊക്കെ, അല്ലേ? ഒരിക്കൽ പോലും ഈ പറഞ്ഞ പോലെ വിദേശത്തു നിന്ന് വിളിക്കുകയോ വരുമോ ഒന്ന് സഹായിക്കുകയോ ചെയ്യാത്ത മക്കളൊക്കെ ലൈവ് സ്ട്രീമിൽ കൂടെ വന്ന് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് പരിതാപം തോന്നും. സത്യം പറഞ്ഞാൽ യേശു നല്ലൊരു മാതൃകയാണ്. അമ്മയ്ക്ക് വേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്തിട്ടാണ് താൻ പ്രാണനെ വിട്ടത്. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ടേ നിങ്ങൾ ഇവിടം വിട്ട് പോകാവൂ. എത്ര പേര് ആമേൻ പറയും? അടുത്തത് മത്തായി സുവിശേഷം 26-ാം അധ്യായം 53 and 54. മാത്യു 26:53 and 54. മത്തായി 26-ന്റെ 53 and 54. എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചു കൂടാ എന്ന് തോന്നുന്നുവോ? എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവർത്തി വരും എന്ന് പറഞ്ഞു. അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ യേശുവിന് ഇപ്പോഴും ഇവിടെ കിടന്നുകൊണ്ട് ഒരു വാക്ക് പിതാവിനോട് പറഞ്ഞാൽ ബറ്റാലിയൻ ദൂതന്മാരെ അയച്ച് വിടുവിക്കും. അത് യേശുവിന് അറിയാം. അപ്പോൾ അവിടുത്തെ പ്രശ്നം, യേശുവിൻ്റെ മുമ്പിലുള്ള വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, പീപ്പിൾ വെല്ലുവിളിക്കുക. എന്താണ്? ഇവിടെ ചുണയുണ്ടേ ഇറങ്ങി വാ. അതായിരുന്നു യേശുവിൻ്റെ വലിയ പ്രശ്നം. ഈ ക്രൂശിൽ കിടക്കുമ്പോഴെന്താ പറയുന്നത്? ചുണയുണ്ടെങ്കിൽ ഇറങ്ങി വാ, അല്ലേ? അപ്പുറത്ത് കിടക്കുന്ന ഒരുത്തം എന്താ പറഞ്ഞേ? തൊട്ട് മുമ്പ് കേട്ടില്ലേ? നീ വലിയ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, കൂട്ടത്തിൽ ഞങ്ങളെ കൂടെ അങ്ങ് രക്ഷിക്കുക, അല്ലേ? അപ്പോൾ ചെല്ലുന്നിടത്തെല്ലാം ഈ വെല്ലുവിളിയാണ്. അതായത് തൻ്റെ പവറൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ താൻ ആരാന്ന് പ്രൂവ് ചെയ്യാനുള്ളൊരു ഭയങ്കര ടെംപ്റ്റേഷനാണ്. നമ്മളൊക്കെ ആയിരുന്നെങ്കിലോ, ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പരുവത്തിലൊക്കെ പിടിച്ചൊക്കെ നിൽക്കാൻ ഒരു 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 പരിധിയുണ്ട്. നിവർത്തി കെട്ടിങ്ങനെ അങ്ങനെ ശ്വാസം അവസാനം വലിച്ച് വിടാൻ നിൽക്കുമ്പോഴാണ് താഴേന്ന് ഇറങ്ങി വാടാ ചുണയുണ്ടെങ്കിൽ. എങ്കിനി ഇറങ്ങി ചെന്നിട്ടെന്ന കാര്യം. നല്ല നേരം ദൈവമേ, നമുക്കൊരു വലിയ ടെംപ്റ്റേഷനുണ്ട് ടു ഇംപ്രസ് പീപ്പിൾ. എങ്ങനെ? ഞാൻ ദൈവപുത്രനാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ദൈവപൈതലാണെന്നുള്ളത് തെളിയിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ കയറി എന്ത് ചെയ്യും? അതിന് നമ്മൾ പലപ്പോഴും പലതും ചെയ്യാറുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകൾ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ നിൻ്റെ പൈതലാണെന്നുള്ളത് എൻ്റെ അയൽക്കാരൻ അറിയേണ്ടതിന്, ലോർഡ് ലെറ്റ് മൈ നെയ്ബർ ന്യൂ ദാറ്റ് ഐ എം യുവർ ചൈൽഡ്. So what is that prayer? Is it a right prayer or a wrong prayer? കർത്താവേ നിന്നെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് എൻ്റെ ഈ ജാതികളായ അയൽക്കാർ അറിയേണ്ടതിന്. ആ തെങ്ങ് ഇടിവെട്ടി പോട്ടെ, ഇതിന് അതിൽ നിന്നൊരു തേങ്ങ ഇങ്ങോട്ട് വീഴല്ലേ, ഈ മാവും പ്ലാവും പട്ടു പോട്ടെ. ഇതൊക്കെയാണെന്ന് ഓരോ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ക്രൂശി കിടന്നിട്ട് പോലും, ഇത്രയും വെല്ലുവിളികൾ വന്നിട്ട് പോലും ഒരിക്കൽ പോലും അങ്ങനെ ഒരു പ്രാർത്ഥനയില്ല. ഡു യു യൂസ് പ്രയർ ഓർ ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ദാറ്റ് യു ഹാവ് ടു ഇംപ്രസ് പീപ്പിൾ ഓഫ് യുവർ സ്പിരിച്വാലിറ്റി? നിങ്ങളുടെ സ്പിരിച്വാലിറ്റി കാണിക്കാൻ വേണ്ടി, ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലുമൊക്കെ കാണിക്കാറുണ്ടോ? അതോ അങ്ങനെ പ്രാർത്ഥിച്ചാൽ തന്നെയും വിൽ യു പ്രേ ഓൺലി ടു ഗ്ലോറിഫൈ ഗോഡ്? ദൈവമേ നീ എന്നെ ഇവിടെ രക്ഷിക്കണ്ട, അങ്ങ് മഹത്വം എടുക്കണേ അപ്പാ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അവിടെ പ്രശ്നം എന്താണെന്നറിയാമോ? മെനി ടൈംസ് വി പ്രേ ടു ഇംപ്രസ് പീപ്പിൾ ഓഫ് അവർ സ്പിരിച്വാലിറ്റി.
or sometimes even to impress people with our spiritual gifts. Never do that. അതാ യേശു പറയുന്നത്. എനിക്ക് ഈ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റത്തില്ല എന്നാണോ വിചാരിക്കുന്നത്? ഞാൻ നട ഇങ്ങനെ ഒന്ന് വിളിച്ചാൽ മതി, എൻ്റെ പിതാവ് ഇപ്പം അയക്കും. ഇങ്ങനത്തെ ഒരു നമ്പറും യേശു കാണിച്ചില്ല. ഇത് ഓർത്തോണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. സംടൈംസ് ഫാദർ മേ ഡിസൈഡ് നോട്ട് ടു ഡെലിവർ യു ഫ്രം ദ ക്രോസ്. ക്രൂശിനെ നിങ്ങളെ ഇറക്കി വിടത്തില്ല. ആ ക്രൂശിൽ കിടന്ന് പൂർണ്ണമായും മരിക്കാൻ തന്നെയാണ് നമുക്ക് ദൈവം നമ്മളെക്കുറിച്ച് ദൈവഹിതം എന്നുള്ള കാര്യം മറക്കരുത്. പക്ഷേ മർക്കോസ് 15:28 അവിടെ യേശു ക്രൂശിൽ കിടന്ന് താൻ അനുഭവിക്കുന്ന ഓരോ കാര്യവും അത് ദൈവവചനത്തിൻ്റെ നിവൃത്തിയാണെന്നുള്ള കാര്യം മറക്കരുത്. മാർക്ക് ചാപ്റ്റർ 15:28 ഓൺവേർഡ്സ്. അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയായി. എങ്ങനെ നിവൃത്തിയായി? 2 കള്ളന്മാരെ ഇടത്തും വലത്തും ആക്കി. അടുത്തത്, കടന്നു പോകുന്നവർ തല കുലുക്കിക്കൊണ്ട് ഹാ ഹാ മന്ദിരം പൊളിച്ച് 3 നാളുകൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ വയ്യ. കേട്ടോ, അപ്പം ഇങ്ങനെയൊക്കെ അവരെ പരിഹസിക്കുമ്പം അതിനൊന്നും ഒരു പരിഹാരമായിട്ട് താൻ ഒന്നും ചെയ്ത് അവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ താൻ ശ്രമിച്ചില്ല. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു പ്രലോഭനം എന്ന് പറഞ്ഞത്, വെൻ പീപ്പിൾ ടോക്ക് ലൈക്ക് ദിസ് വി ആർ കൈൻഡ് ഓഫ് നമ്മളങ്ങ് പ്രഷറൈസ്ഡ് ആണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. ഒന്നും കാണിക്കണ്ട. ഒടുവിലായിട്ട് ഞാൻ നിർത്തുക. ലൂക്കോസ് 22-ാം അധ്യായത്തിൽ ഞാനത് ക്രോസിൻ്റെ മറ്റേതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. കഴിഞ്ഞ വർഷം നമ്മൾ മെഡിക്കൽ ക്രൂസിഫിക്ഷൻ മുഴുവൻ നമ്മൾ നോക്കിയതാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ആ വഴിക്കേ പോയിട്ടില്ല. വി ആർ ഓൺലി ഫോളോയിങ് ഹിസ് ഫുഡ് സ്റ്റെപ്സ്. ഓക്കെ, ഒരു വലിയ കഷ്ടത്തിൽ കൂടെ പോയി ഒരു വലിയ സക്സസ്സിലോട്ട് വന്നു. കാരണം ഡെത്ത് വാസ് എ ഫെയിലിയർ എന്ന് പറയാം ഫോർ ദ വേൾഡ്, ബട്ട് ഇറ്റ് വാസ് എ സക്സസ്. എങ്ങനെയാണ്? ഹി റിസറക്റ്റഡ്, ഹി ഓവർകം, അല്ലേ? ഹി ഡിഫീറ്റഡ് ഡെത്ത്, മരണത്തെ ജയിച്ചു വന്നു. പക്ഷേ അങ്ങനെ ജയിച്ചു വന്നപ്പം 22-28 മുതൽ 30 വരെ വായിക്കാം. ലൂക്ക് 22:28-30. നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. മടങ്ങി വന്നിട്ട് ശിഷ്യന്മാരോട് പറയാ, നിങ്ങൾ എൻ്റെ പരീക്ഷയിൽ എന്നോടൊപ്പം. നമുക്കറിയാം എവിടെ ആരാ നിന്ന പരീക്ഷയിൽ. നമ്മൾ കണ്ട പാർട്ടികളൊക്കെ കാണിച്ചതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ യേശു അതൊന്നും കണക്കാക്കുന്നില്ല. നിങ്ങൾ എൻ്റെ പരീക്ഷയിൽ കൂടെ നിന്നവരാ. അടുത്തത്, എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയെങ്കിൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുകയും ചെയ്യും. 12 നിങ്ങൾ ന്യായം വിധിക്കും. അതിൽ 12-ാമൻ ഒരുത്തൻ പോയി, പകരങ്ങളെ പിന്നെ എടുത്തു. അപ്പം നോക്കണേ, വെൻ യു കം ഔട്ട് സക്സസ്ഫുള്ളി ത്രൂ എ ട്രയൽ ഓർ ക്രൈസിസ്, അതായത് ഞാനൊരു വലിയ പ്രതിസന്ധിയിലൂടെ പോയി, ഒരു വലിയ ഒരു പരീക്ഷണത്തെ കൂടെ പോയി, പക്ഷേ ഞാൻ ദൈവകൃപയാൽ ഞാൻ സക്സസ്ഫുള്ളായിട്ട് ഞാൻ പുറത്തു വന്നു. ഡു ഐ മേക്ക് ദോസ് ഹു ഡിഡ് നോട്ട് ഫുള്ളി സപ്പോർട്ട് മീ, എൻ്റെ കൂടെ പൂർണ്ണമായിട്ട് എൻ്റെ കൂടെ നിൽക്കാത്തവരെ വിൽ ഐ മേക്ക് ദം ഫീൽ ഓക്വേർഡ് ഓർ ഗിൽറ്റി? ഞാനായിരുന്നെങ്കിൽ തിരിച്ചു വന്നിട്ട്, എന്നാലും എങ്ങനെടാ തള്ളി പറയാൻ തോന്നിയത് നിനക്ക്? യൂദായ പിന്നെ കിട്ടിയില്ല, അപ്പോഴത്തേക്ക് ആൾ പോയി. എങ്ങനെ വന്ന് എനിക്ക് ചുംബനം തന്ന് നിനക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി? ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ 2 ഓൺലി പീറ്റർ ആൻഡ് ജൂഡാസ് ഡിഡ് ദിസ്. ബൈബിൾ ടോക്ക് ഓൾ ഓഫ് ദം റാൻ അവേ. അതിൻ്റെ അർത്ഥം 12 പോയെന്നാണ്, അല്ലേ? സോ ഹി ക്യാൻ മേക്ക് ദം ഗിൽറ്റി, ഹി ക്യാൻ മേക്ക് ദം ഫീൽ ഓക്വേർഡ്. പക്ഷെ ഒരിക്കൽ പോലും യേശു മടങ്ങി വന്നിട്ട് ഇവരെ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. ക്യാൻ യു സേ ഹല്ലേലൂയ? അതാണ് യേശുവിൻ്റെ മനസ്സ്. ഇന്ന് നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ കൂടെ നിൽക്കാത്തവരെ, അല്ലെങ്കിൽ നമുക്കിട്ട് പണി തന്നവരെ നമുക്ക് ഒരവസരം കിട്ടുമ്പം നമ്മൾ ഒന്നും ഇല്ലെങ്കിലും ഒന്ന് പറയെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്കൊരു സമാനം വരത്തില്ല, അല്ലേ? പക്ഷേ യേശു ആ ടോപ്പിക്കേ പറഞ്ഞില്ല. എന്നിട്ട് പറയുക എന്താ?
നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയെങ്കിൽ നിന്ന് തിന്നുകയും കുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. സോ ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഫ്യൂച്ചർ പ്ലാൻസ്. 12 thrones. You 12 are going to sit and you are going to rule. He never talks about, where were you? Do you know what I went through? How dare you did that? ഒന്നും ചോദിച്ചില്ല. That is following the footsteps of Jesus. People may offend you. People may hurt you. Forgive them. Pray for them. Bless them. Don't even remind them of what they have done to you. That is the way of the cross. അതാണ് കുരിശിൻ്റെ വഴി. അല്ലാതെ ഇന്നൊരു ക്രൂശ് കൊടുത്തുകൊണ്ട് തെരുവിൽ കൂടെ പള്ളിക്ക് ചുറ്റും നടക്കുന്നതല്ല കുരിശിൻ്റെ വഴി. യേശു അന്ന് കടന്നുപോയ ആ പാതയിലൂടെ പോകുമ്പം താൻ എന്തൊക്കെ പ്രാക്ടിക്കലായിട്ട് അനുഭവിച്ചോ അതൊക്കെ ഇന്ന് നമ്മളും ഒരു വശത്ത് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ എങ്ങനെ യേശു പ്രതികരിച്ചു എന്നുള്ളതാണ് നമുക്ക് മാതൃക. ഹൗ he responded should be our pattern of response. മർക്കോസ് 16-ാം അധ്യായം 15-20. Mark chapter 16, 15 and 20. And he said to them, go into all the world and preach the gospel to Go every into all the creature. world and preach the gospel to every creature. He who 20th believes, 20th verse. And and they they went went forth out and preached and everywhere. preached everywhere. The Lord working with them and confirming the word through the accompanying Wow. signs. Amen. I think this is a beautiful verse. ആദ്യം പറഞ്ഞ് നിങ്ങൾ എല്ലായിടും പോയി സുവിശേഷം പറയണം. 20ാം വാക്യം അവരെല്ലായിടും പോകാൻ തുടങ്ങി. അവർ യേശു പുറപ്പെട്ട് കൂടെ പോയി. എല്ലായിടത്തും പ്രസംഗിച്ചു. ആ കർത്താവ് അവരോട് കൂടെ കണ്ടോ, പ്രവർത്തിച്ചു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പോയി സദ്വർത്തമാനം പ്രസംഗിക്കാനാ. കർത്താവ് കൂടെ ഇരുന്ന് പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു. കണ്ടോ, നമ്മൾ പ്രസംഗിക്കുമ്പം കർത്താവ് പ്രവർത്തിക്കുന്നു. അടുത്തത് അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ കയ്യാൽ തന്നെ നടക്കുന്നു. പക്ഷേ അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പ്രസംഗിച്ച വചനം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള അത്ഭുതം അടയാളമാണ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, യു പ്രീച്ച് ദ വേർഡ്, യു പ്രീച്ച് ദ ഗോസ്പൽ. അതിനെ ഉറപ്പിക്കേണ്ട ചുമതല നിങ്ങളുടെ അല്ല, അത് ദൈവത്തിൻ്റെയാണ്. നിങ്ങൾ വചനം പറഞ്ഞാൽ മതി, അത് സത്യമാണെന്ന് ദൈവം ഉറപ്പിച്ചോളും. അതെങ്ങനെ ഉറപ്പിക്കും? അത്ഭുതവും അടയാളവും ചെയ്യും. ആരുടെ കയ്യാൽ ചെയ്യും? നിങ്ങളുടെ കയ്യാൽ തന്നെ ചെയ്യും. പക്ഷേ കയ്യാൽ അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് വായാൽ വചനം പറയണം. ബിഫോർ യു ഡു ഇറ്റ് വിത്ത് യുവർ ഹാൻഡ്സ്, ബിഫോർ യു പെർഫോം മിറക്കിൾസ്, preach the word first. God has only one duty, to ഉറപ്പിക്കഫൈ his word. And English എന്തുവാ? Establish his word. ഓ, പെട്ടെന്നൊരു ഇംഗ്ലീഷ് കിട്ടിയില്ല. വചനത്തെ ഉറപ്പിക്കുന്ന ചുമതല ദൈവത്തിൻ്റേതാണ്, അതവൻ ചെയ്യും. പക്ഷേ വചനം പറയേണ്ട ചുമതല നമ്മുടേതാണ്. നമ്മൾ വചനം പറഞ്ഞെങ്കിലേ അത്ഭുതത്താൽ അടയാളത്താൽ ദൈവത്തിന് ഉറപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ളൂ. ഇത് നമ്മുടെ പ്രശ്നം. നമ്മൾ വചനം പറയുകൊണ്ട് പറയുന്നില്ല, നമ്മൾ ഈ അത്ഭുതം കാണിക്കാനാണ് നോക്കുന്നത്. അല്ലേ? ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പം ഒരാൾ ബാ 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 ഇത്ര ഇത്ര അല്ലേ, നമ്മൾ ഈ ഇത് ഉറപ്പിക്കാൻ വേണ്ടി അതൊന്നും ചെയ്യണ്ട. ദൈവം അത് ചെയ്തോളൂ എന്ന്. ദൈവം അത് ചെയ്തോളൂ. നമ്മൾ പറഞ്ഞ സത്യമാണെങ്കിൽ ദൈവം അത് ചെയ്യും. അല്ലേ? നമ്മൾ ഈ അത്ഭുതം നടത്താൻ വേണ്ടി മാത്രം നമ്മൾ നടക്കണ്ട. വചനം പറ, ഗോഡ് വിൽ ഡു ഇറ്റ്. അവിടെ ഇരിക്കുന്നത്, വെൻ ദേ ഫെയ്ത്ത്ഫുള്ളി ഒബെയ്ഡ് ജീസസ് വേർഡ് ടു ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ, ജീസസ് വെന്റ് വിത്ത് ദം ആൻഡ് ത്രൂ ദെയർ ഹാൻഡ്സ് ഹി പെർഫോംഡ് മിറക്കിൾസ് സോ ദാറ്റ് ദ വേർഡ് വാട്ട് ദേ പ്രീച്ച്ഡ് was established. വാക്കുകൾ ഞാനിവിടെ നിർത്തുക. What did you learn today? What did the Lord speak to us this morning? ഇത് ദൈവം നമ്മോട് എന്താ സംസാരിച്ചത്? ഇതൊരു വലിയ യോഗം ആയതുകൊണ്ടാലും ചെറിയ കൂട്ടമാണ്. ഞാൻ എപ്പോഴും ചോദിക്കും, വാട്ട് ഈസ് ദ വൺ തിങ് ദാറ്റ് യു ലേൺ ടുഡേ? ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട് ചെറിയ മീറ്റിങ്സിലൂടെ വരുമ്പോൾ, വാട്ട് ഈസ് ദ വൺ തിങ് യു ലേൺ ടുഡേ? വാട്ട് ഈസ് ദ വൺ തിങ് യു ലേൺ? നിങ്ങളിന്ന് പഠിച്ച ആ ഒരു കാര്യം എന്താ?
ഓൺലൈനിൽ ഞങ്ങൾ ഒത്തിരി പേര് കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. വാട്ട് ഈസ് ദ വൺ തിങ് യു ലേൺ ദിസ് ഡേ? Can someone try? What is the one thing? What did he speak to you today? അങ്ങനെ പറയാം. നിങ്ങളോട് ദൈവം എന്താ സംസാരിച്ചത്? Say to the mic. യേശുവെ പോലെ ആയിത്തീരണം. യേശുവിനെ പോലെ ആയിത്തീരണം. മനോഭാവങ്ങളിലും പ്രവൃത്തികളിലും യേശുവിനെ പോലെ ആയിത്തീരണം. Okay, what about that? Don't defend yourself. Allow Don't defend yourself. Allow God to work. Fight your battle. Don't defend yourself. അതൊരു വലിയ പാഠമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളെ തന്നെ ഡിഫെൻഡ് ചെയ്യണ്ട, ന്യായീകരിക്കുക ഒന്നും വേണ്ട. ലീവ് ഇറ്റ് ടു ഗോഡ്. ഗോഡ് വിൽ ഡു ഇറ്റ്. നമ്മളെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ പോയാലേ അതൊട്ട് വിജയിക്കത്തുമില്ല. അത് നഷ്ടക്കച്ചവടമാണ്, വേസ്റ്റ്, സമയവും വേസ്റ്റ്, നമ്മുടെ ആരോഗ്യവും എല്ലാം വേസ്റ്റാണ്. ബെറ്റർ ലീവ് ഇറ്റ് ടു ഗോഡ് സോ ദാറ്റ് ഹി വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഒരു തീരുമാനം എടുത്താട്ടെ എല്ലാവരും. ഇപ്പം കേട്ട പോലെ യേശുവിനെ പോലെ നമുക്കൊന്നായിത്തീരാൻ ശ്രമിക്കാം. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.